HEEMS MindBridge 2020, a virtual interactive series from Kyriakos Elias English Medium School, Mananam. To reach goals that once considered impossible, let us first revolutionize goal setting. The realization of these goals require complete mastery of the body, mind, and spirit. To instill the discipline that will transform your life and launch you into a world of success and achievement. Join us for a unique transformative experience that will restructure the way you approach your goals. Between job and work. Okay. But job, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ജോബ് ചെയ്യാം, വേണമെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാം, ഫുൾ ടൈം അല്ലെങ്കിൽ വേണമെങ്കിൽ ഷോർട്ട് ടേം ജോബ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോയി പഠിക്കുന്നവരാണെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് യു ഹാവ് കംപ്ലീറ്റഡ് യുവർ 12th കഴിഞ്ഞിട്ട് you would like to go to a foreign country, for example US or Canada or UK, അവിടെ പോയിട്ട് പഠിക്കണം എന്ന് വിചാരിക്കും. സോ ദാറ്റ് ഈസ് പോസിബിൾ. നിങ്ങളുടെ ചില മിടുക്കന്മാരും മിടുക്കികളൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും പുറത്ത് പോയിട്ട് പഠിക്കണം. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള പ്ലാനൊക്കെ വളരെ നേരത്തെ ഇടണം കേട്ടോ. വളരെ നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ അത് പ്ലാൻ ചെയ്യണം. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അങ്ങനെ നിങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ പാർട്ട് ടൈം ജോബ്. വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സോ ദാറ്റ്സ് എ പാർട്ട് ടൈം ജോബ്. ആ പാർട്ട് ടൈം ജോബ് ചിലപ്പോൾ അതുപോലും ചിലപ്പോൾ ഷോർട്ട് ടേം ആവാം. ചിലപ്പോൾ ഈ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടി. ഒരു ജോബ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു എന്താണ് സാധനങ്ങൾക്ക് എടുത്തു കൊടുക്കുന്ന ഒരു ജോബാണ്. ഓക്കെ. അല്ലെങ്കിൽ ആളുകളെ സഹായിക്കാനുള്ള ഒരു ജോബ്. ഓക്കെ. അപ്പം അതൊരു മാസത്തേക്കാണ്. സോ ഇറ്റ്സ് എ ഷോർട്ട് ടൈം ജോബ്. അപ്പൊ ജോബുകൾ അങ്ങനെയാവാം. ഓൾറൈറ്റ്. ചില ജോബുകൾ നമ്മൾ പറയും ഭയങ്കര ബോറിംഗ് ആണ്, ഹിസ് ജോബ് ഈസ് വെരി ബോറിംഗ്. അയ്യോ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഹി ഓൺലി സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഫോർ അവേഴ്സ്. ഓക്കെ. അങ്ങനെയുള്ള ചില ജോബുകൾ ഉണ്ടോ, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ജോബുകൾ. ചിലരുടെ ജോബുകൾ അപ്പൊ ജോബിന് പകരം ഉപയോഗിക്കുന്ന വേറെ ചില വാക്കുകളുണ്ട്. ഓക്യുപ്പേഷൻ, ചിലപ്പോൾ പറയും ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്നൊക്കെ പറയും. സോ ഓക്യുപ്പേഷൻ ഈസ് എ ജോബ്, പ്രൊഫഷൻ ഈസ് എ ജോബ്. ഓക്കെ. ബട്ട് വർക്ക് ഹാസ് എ ബ്രോഡർ മീനിങ്. On the other hand, work has a broader meaning. What is work? Work is any sort of mental or physical activity carried out in order to accomplish a result or product. നിങ്ങൾ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാനോ പ്രോഡക്റ്റ് ഉണ്ടാക്കാനോ വേണ്ടി എന്ത് ചെയ്യുന്നത് ഒരു വർക്കാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു പെയിന്റിങ് ചെയ്യുന്നു, ഇറ്റ്സ് എ വർക്ക്. അതൊരു ജോബല്ല. സോ ഇറ്റ്സ് എ വർക്ക്. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുക്കിംഗ് ഈസ് എ വർക്ക്. വർക്ക് എന്ന് പറഞ്ഞൊരു പ്രവൃത്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓക്കെ. പക്ഷെ എല്ലാ വർക്കും ജോബ് അല്ല. നമ്മൾ പറഞ്ഞു വന്നത് കരിയറിനെ കുറിച്ചാണ്. അപ്പൊ കരിയർ എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് അയാളുടെ കരിയർ എന്ന് പറയുന്നത് അയാളുടെ ഒരു സത്യത്തിൽ കരിയർ ഒരാളുടെ ജീവിതം തന്നെയാണ്. ഓക്കെ. എന്താണ് ഒരാൾ ഒരു കരിയർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഒന്ന്, ഇറ്റ് ഹാസ് ടു ചലഞ്ച് യു. ഒരു കരിയർ എന്ന് പറയുന്നത് നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ഒന്നാണ്. നെൽസൺ മണ്ടേലയുടെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. There is no passion to be found in playing small. There is no passion to be found in playing small. In settling for a life that is less than you are capable of living. അതിനെ മലയാളത്തിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ തർജ്ജമ ചെയ്യാം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാനാവുന്നതിനേക്കാളും ചെറുതായി ജീവിക്കുന്നതിൽ എന്താണ് ആവേശകരമായിട്ടുള്ളത്? നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാം. യു ക്യാൻ ഡു എ പാർട്ട് ടൈം ജോബ് ഓർ യു ക്യാൻ ഈവൻ ഗോ ഫോർ എ ഷോർട്ട് ടൈം ജോബ്. വേണമെങ്കിൽ ഷോർട്ട് ടൈം ജോബുകൾ, ചിലർ വളരെ ഷോർട്ട് ടൈം ജോബുകൾ ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ വളരെ കൃത്യമായ ഒരു പഠനം നടത്തണം നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയ അനന്തമായ സാധ്യതകളെ കുറിച്ച്. അല്ലാതെ ഒന്നോ രണ്ടോ കോഴ്സിനെ കുറിച്ച് കേട്ടു എന്നാൽ ഇതാണ് എന്റെ വഴി എന്ന് തിരഞ്ഞെടുക്കുകയല്ല, തീരുമാനിക്കുകയല്ല വേണ്ടത്. അപ്പം മറ്റൊന്ന്, ഇത് അങ്ങനെ ഈ ഒരു പഠനം നടത്തിയതിന് ശേഷം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒന്നോ രണ്ടോ ഏരിയാസ് കണ്ടെത്തി അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഓക്കെ. വിസിറ്റ് ക്യാമ്പസസ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഹൈസ്കൂൾ പഠന കാലത്ത്
ഇന്ത്യയിലെ മികച്ച ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറയണമെങ്കിൽ ടൂർ പോകുമ്പോൾ അതിന്റെ ഒപ്പം ഈ ടൂർ പോകുന്ന സ്ഥലത്ത് അവൈലബിൾ ആയ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ. ഉദാഹരണത്തിന് നിങ്ങളിപ്പം തുഷാരഗിരി കാണാൻ പോകുന്നു. തുഷാരഗിരി നിങ്ങൾക്കറിയാം കോഴിക്കോടാണ്. കോഴിക്കോടാണ്. അപ്പൊ തുഷാരഗിരി കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോട് NIT കാണണം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോട്. അതുപോലെ കോഴിക്കോടുള്ള IIM കാണണം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ കോട്ടയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ IIIT എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അത് കാണാൻ ശ്രമിക്കുക. MG യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഒന്ന് കാണുക. യൂണിവേഴ്സിറ്റി നമ്മളിപ്പോ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമായിട്ടല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പൊ കോട്ടയത്തെ IIIT കണ്ടു. IIIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി കണ്ടു, സ്പേസ് സയൻസ് ടെക്നോളജി. അല്ലെങ്കിൽ ISRO ഒന്ന് വിസിറ്റ് ചെയ്തു, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കണ്ടു, ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കണ്ടു. ഇത് കാണുമ്പോൾ ഇതാണ് നമ്മുടെ മഹത്തായ സ്ഥാപനങ്ങൾ എന്ന് മനസ്സിലാവും. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചെറിയ ധാരണ ഉണ്ടാവും. ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരൊക്കെ എന്താ പറയാ കറങ്ങി നടന്നു, ലാൽബാഗിലൊക്കെ പോയി, അതിനുശേഷം മൈസൂരിൽ പോയി, മൈസൂരിലെ കൊട്ടാരമൊക്കെ കണ്ടു. ബാംഗ്ലൂരിൽ പോയിട്ട് നിങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കണ്ടില്ലെങ്കിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? IISc അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ IIM കണ്ടില്ലെങ്കിൽ എന്താ കാര്യം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ലോ യൂണിവേഴ്സിറ്റി നിയമ സർവകലാശാല. ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു അല്പം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ചോദ്യങ്ങൾ നമുക്കിപ്പോ ഞാൻ എന്റെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം, ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാറ്റിലേക്ക് വന്നാൽ മതിയോ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ ആവും കുട്ടികൾ, പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ നാഷണൽ ലോ സ്കൂൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി, നിയമ പഠനത്തിന് ഇന്ത്യയിലെ അവസാന വാക്ക് എന്ന് പറയാവുന്ന സ്ഥലം, ഏറ്റവും മികച്ച സ്ഥലം ബാംഗ്ലൂർ. അപ്പൊ അത് കണ്ടില്ലെങ്കിൽ എന്താ കാര്യം? അപ്പൊ ബാംഗ്ലൂർക്ക് ടൂർ പോകുമ്പോൾ ആ ടൂറിന്റെ കൂട്ടത്തിൽ ഇത് അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, കുട്ടികളെ നമ്മുടെ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എന്ത് ചെയ്യണം? കുട്ടികൾ മുൻപോട്ട് പോകുമ്പോൾ ഒന്ന് ഷോർട്ട് ടേമായ നിങ്ങളുടെ ഗോളുകൾ ഏതൊക്കെയെന്ന് തീരുമാനിക്കണം. ഓക്കെ, ഷോർട്ട് ടേം ഗോൾ ലിസ്റ്റ് നിങ്ങൾ ആദ്യം തയ്യാറാക്കണം. അത് മുൻപ് പറഞ്ഞതുപോലെ അത് വളരെ സ്പെസിഫിക് ആവുകയും വേണം. പിന്നെ എങ്ങനെയാണ് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ മുൻപോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. നമുക്ക് അതിനാവശ്യമായ സ്കിൽസ് നമുക്കിപ്പോ കുറവുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് IIT-കളിൽ ചേർന്ന് പഠിക്കണം. ആരോ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് IIT-കളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി. സർക്കാരിന്റെ തന്നെ, കേന്ദ്ര സർക്കാരിന്റെ തന്നെ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി, ഏറ്റവും മികച്ച സ്ഥാപനം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനം എന്ന് പറയുന്നത് IIT മദ്രാസ് ആണ്. IIT മദ്രാസ് ഇത് കേന്ദ്ര സർക്കാരിന്റെ കണക്കിലാണ് കേട്ടോ, കേന്ദ്ര സർക്കാരിന്റെ കണക്കിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്. അന്താരാഷ്ട്ര തലത്തിൽ, അതായത് ഇന്റർനാഷണൽ ലെവലില് ഈ സ്ഥാപനങ്ങളുടെ നിലവാരത്തെ അസസ് ചെയ്യുന്ന ചില റാങ്കിങ്ങുകളുണ്ട്. അപ്പൊ ഒരെണ്ണത്തിന്റെ പേര് THE എന്നാണ്, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ. വേറൊന്ന് QS. ഇതിൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്, IISc. ഓക്കെ, IISc ആണ്. അപ്പൊ അത് ഞാൻ പിന്നീട് പറയാം, സമയമുണ്ടെങ്കിൽ അതിലേക്ക് വരാം. ഓൾ റൈറ്റ്. ദെൻ കുട്ടികൾ ചാറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പസമയത്തേക്ക് നിർത്തും, നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ ചിലത് നിങ്ങൾ മിസ്സാവും. അപ്പോ ഞാൻ പറഞ്ഞത് IIT-യിൽ ചേരണം. ആരോ പറഞ്ഞു നിങ്ങളോട് IIT ആണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്ന്. ശരിയാണ്, സംശയമൊന്നുമില്ല. IIT മദ്രാസ് ഒരു മികച്ച സ്ഥാപനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു സംശയവുമില്ല. IIT-യിൽ ഉപരിപഠനം നടത്തണം. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, IIT-യിൽ സയൻസ് പ്രോഗ്രാംസും ഉണ്ട്, IIT-യിൽ ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാംസും ഉണ്ട്. ഹ്യൂമാനിറ്റീസ് പറഞ്ഞ MA കോഴ്സുകളുണ്ട്, MA ഇംഗ്ലീഷ് സ്റ്റഡീസ്, MA ഡെവലപ്മെന്റൽ സ്റ്റഡീസ്. നിങ്ങളുടെ ആഗ്രഹം ഒരു എഞ്ചിനീയർ ആവണം എന്നാണ്. അപ്പൊ IIT മദ്രാസിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. അപ്പൊ അവിടെ പഠിക്കണമെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ അതിന് എൻട്രൻസ് എക്സാം എഴുതണം. എൻട്രൻസ് എക്സാമിന് മാത്സും ഫിസിക്സും കെമിസ്ട്രിയുമാണ്. നിങ്ങളാണെങ്കിൽ ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നിങ്ങളുടെ മാത്സ് അത്ര സ്ട്രോങ് അല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, IIT-യിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസ് എക്സാംസിന് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ മാത്സ് നിങ്ങൾ വീക്കാണ്. എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത് 12ാം ക്ലാസ്സിന്റെ അവസാനത്തിലാണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പൊ നിങ്ങൾ 9ാം ക്ലാസ്സിലാണ്. അപ്പൊ ഒൻപത് ഇപ്പൊ കഴിയാറായി. ഇനി ഒരു 6 മാസം കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്. യു ഹാവ് 3.5 years. ഈ 3.5 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി നമ്മൾ നമ്മുടെ മാത്തമാറ്റിക്സിലുള്ള നമ്മുടെ എന്താണ് താല്പര്യം വർദ്ധിപ്പിക്കാനും കോമ്പിറ്റൻസി മെച്ചപ്പെടുത്താനും ശ്രമിക്കണം. ഇതാണ് കാര്യം. എങ്ങനെയാണ്? പതുക്കെ ഒറ്റയടിക്ക് ഇതൊന്നും സാധ്യമല്ല. പതുക്കെ നമുക്ക് നമ്മൾ വീക്കർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ മെച്ചപ്പെടുത്താൻ കഴിയുക. എന്താണ് നിങ്ങളുടെ കരിയർ ലക്ഷ്യം? ആ കരിയർ ലക്ഷ്യത്തിൽ എത്താൻ നിങ്ങൾ ഏതെല്ലാം സ്കിൽസ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ 4ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. നമ്മൾ നമ്മുടെ കരിയർ പ്ലാനിങ്ങിനെ 4ആയിട്ട് തിരിക്കാം. 1, അസസ് ചെയ്യുക. 2, എക്സ്പ്ലോർ. 3, റിസർച്ച്. 4, പ്ലാൻ. അസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ പാഷൻസിനെ, നമ്മുടെ തന്നെ ക്യൂരിയോസിറ്റീസിനെ, നമ്മുടെ താല്പര്യങ്ങളെ അസസ് ചെയ്യലാണ്. ഓക്കെ, നമുക്ക് എന്തിലാണ് താല്പര്യം? സോഷ്യൽ ജസ്റ്റിസിലാണോ നമുക്ക് താല്പര്യം? സാമൂഹ്യനീതി, മനുഷ്യരുടെ എന്താ പറയുക പ്രശ്നങ്ങൾ, അവർ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കൽ, പ്രവർത്തിക്കൽ. ഓക്കെ, അതാണോ നമ്മുടെ താല്പര്യം? അതോ നമുക്ക് നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഓക്കെ, അതിന്റെ ആന്തരികമായ സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ, അതിനെക്കുറിച്ച്, അതിന്റെ പ്രവർത്തനം, ശരീരം എന്ന ഒരു മഹാത്ഭുതത്തെ കുറിച്ചുള്ള അത് നമ്മളെ വിസ്മയിപ്പിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, ഇതാണോ നമ്മുടെ താല്പര്യം? അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഗെയിംസിലാണോ താല്പര്യം? അല്ലെങ്കിൽ നിങ്ങളിപ്പോ കോഡിങ്ങിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഗണിതശാസ്ത്രമാണോ മാത്തമാറ്റിക്സ് ആണോ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നത്? ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനോഭാവമാണോ നിങ്ങളിൽ ഏറ്റവും കൂടുതലായുള്ളത്? അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിലാണോ നിങ്ങൾക്ക് താല്പര്യം? ഇത്തരം നിങ്ങളുടെ താല്പര്യങ്ങളെ അസസ് ചെയ്യലാണ് ഇതിലെ 1ാമത്തെ കാര്യം. 2, നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നു? ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാനാണോ ഇഷ്ടം? അത് പുറത്ത് വർക്ക് ചെയ്യാനാണോ ഇഷ്ടം? അതോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ഇത്തരം അസസ്മെന്റ് ആണ് കരിയർ പ്ലാനിങ്ങിലെ 1ാമത്തെ സ്റ്റെപ്പ്. 2, എക്സ്പ്ലോർ എന്ന് പറയും. എക്സ്പ്ലോർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ മെഡിസിൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ്, എവിടെ പഠിക്കാൻ കഴിയും, അതിന് എന്ത് ചെയ്യണം, അതിന് നമ്മൾ എങ്ങനെ ഒരുങ്ങണം. ഇതാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. 3ാമത്തേത് കൂടുതൽ റിസർച്ച്. ഓക്കെ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുക. ഇതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ സമയക്കുറവ് മൂലം അല്പം ഫാസ്റ്റ് ആയിട്ട് പറയാണ് കേട്ടോ. പിന്നെ അതിനുവേണ്ടി ഒരുങ്ങുക, അത് പ്ലാൻ ചെയ്യുക. ചിലർ പ്ലാൻ ചെയ്യും, എന്ത് ചെയ്യണം എന്നതൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, മുൻപോട്ട് പോകുണ്ടാവില്ല. അപ്പൊ പ്ലാൻ ചെയ്യണം ആൻഡ് എസ്റ്റാബ്ലിഷ് എ ടെന്റേറ്റീവ് ടൈം ലൈൻ. വളരെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്യണം. ആൻഡ് കൺസിഡർ ദ ടൈം ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. അത് നോക്കണം കേട്ടോ. ചിലർക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം ഉണ്ടാവില്ല. എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. ചിലർക്ക് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ്, അതിന് ആവശ്യമായ സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. പൈലറ്റ് ആവൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൈലറ്റ് ആവൽ വളരെ ശ്രമകരമായ ഒരു പ്രോസസ്. 50 ലക്ഷം രൂപയെങ്കിലും മിനിമം കണ്ടെത്തണം. ചിലരുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയാവും? അമേരിക്കയിൽ പോയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം, BS ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം MIT. വളരെ നല്ല ലക്ഷ്യമാണ്. MIT എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. MIT, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. എന്റെ ഓർമ്മ അനുസരിച്ച് ഒരു 90ഓളം നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനം. 90ഓളം നൊബേൽ പ്രൈസ് വിന്നേഴ്സ്, ആലോചിച്ച് നോക്കൂ. ഹവാർഡിൽ എന്റെ ഓർമ്മ അനുസരിച്ച് 140 തോന്നുന്നു. ഹവാർഡിൽ 140ഓളം നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. നമുക്ക് ഇന്ത്യയിൽ ഏകദേശം 1000ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. 996 ആണെന്ന് തോന്നുന്നു. സോ സംതിങ് അറൌണ്ട് 1000 യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഈ കോളേജസ് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ വീടിനടുത്തൊക്കെ കോളേജുകൾ ഉണ്ടാവും. ഈ കോളേജുകൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് യൂണിവേഴ്സിറ്റി. സത്യം പറഞ്ഞാൽ ആ ഡെഫിനിഷൻ അല്ല യൂണിവേഴ്സിറ്റിക്ക് നൽകേണ്ടത് കേട്ടോ. ഉപരിപഠനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ പൊതുവെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ കുറെ കോളേജുകൾ ഉണ്ടാവാം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ എന്തായാലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് കൂട്ടിക്കോളും. അങ്ങനെ വി ഹാവ് സംതിങ് അറൌണ്ട് 1000 യൂണിവേഴ്സിറ്റീസ്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഗവേഷകരായുണ്ട്. ഇന്ത്യയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏകദേശം ഇന്ത്യയിലെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം 1,60,000 പേരോ മറ്റോ ആണ്. 1,60,000 PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. കോഴ്സ് കഴിഞ്ഞവരുണ്ട്. എത്രയോ ഗവേഷകർ ഇന്ത്യയിലുണ്ട്. പക്ഷേ
ഹാവ് യു ഗോട്ട് എ നൊബേൽ പ്രൈസ് ഇൻ സയൻസ്? നമുക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ശാസ്ത്രം മാറ്റി നിർത്തൂ, ഇക്കണോമിക്സിൽ കിട്ടിയിട്ടുണ്ടോ? ഇക്കണോമിക്സിനെ പുറത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ശാസ്ത്രം എന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ, സയൻസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ അതിനെ ആർട്സ് എന്ന് പറയുമ്പോൾ അവരതിനെ സയൻസ് എന്നാ പറയുന്നത്. ഇപ്പോ BS ബാച്ചലർ ഓഫ് സയൻസസ് ഇൻ ഇക്കണോമിക്സ് അല്ലെങ്കിൽ MSc ഇക്കണോമിക്സ് അങ്ങനെ പറയാ. നമുക്കിവിടെ BA എക്കണോമിക്സും MA എക്കണോമിക്സും ആണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഇക്കണോമിക്സിലുണ്ടോ? ഇല്ല. ഫിസിക്സിലുണ്ടോ? ഇല്ല. കെമിസ്ട്രിയിലുണ്ടോ? മെഡിസിനിലുണ്ടോ? ഒന്നുമില്ല. നോട്ട് എ സിംഗിൾ നൊബേൽ പ്രൈസ് വിന്നർ. നമ്മുടെ ഇത്രയും യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല കേട്ടോ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെയുണ്ട്, എത്രയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഒരു നൊബേൽ പ്രൈസ് കിട്ടിയ ഒരാളെ പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നിലവാരം പ്രശ്നമാണത്. ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. അപ്പൊ MIT ഞാൻ പറഞ്ഞു ഏകദേശം 90-ിലധികം നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി. അപ്പൊ നിങ്ങളെ ലക്ഷ്യം അവിടെ പോയിട്ട് പഠിക്കണം എന്നാണെന്ന് വിചാരിക്കും. അവിടെ പോയിട്ട് BS ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, വേണ്ടേ? അതിനാവശ്യമായ സ്കിൽസ്, കോമ്പിറ്റൻസീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, വേണ്ടേ? അതിന് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതിനുള്ളൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ സാമ്പത്തികമായ സ്രോതസ്സും ഉണ്ടാവണം. MIT പോയിട്ട് പഠിക്കുമ്പോൾ ഒരു 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ഫീസ് കൂട്ടിക്കോളൂ ഒരു വർഷം. ഒരു വർഷത്തെ ഫീസ് കേട്ടോ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സിനും ഒരു വർഷം. അപ്പൊ 4 കൊല്ലത്തെ കോഴ്സിന് നിങ്ങളുടെ ചെലവ് എത്രയാണെന്ന് മനസ്സിലായില്ലേ? 2 കോടി, 2 crores, 2 കോടി രൂപയാണ്. ഓക്കെ, ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് അഫോർഡബിൾ അല്ല. അപ്പൊ നമ്മൾ വളരെ സാധാരണ കുടുംബത്തിലെ ഒരാളാണെങ്കിൽ ഇപ്പൊ പറമ്പ് വിറ്റ് പോകാൻ പറ്റില്ലല്ലോ. ഇത്രയും ഭീമമായ തുക ലോൺ കിട്ടുമോ? കിട്ടില്ല. എഡ്യൂക്കേഷണൽ ലോൺ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും, പക്ഷെ ഇത്രയും വലിയ തുക ലോൺ കിട്ടില്ല. ലോൺ ഇപ്പൊ 40 ലക്ഷം വരെ ലോൺ കിട്ടുള്ളൂ മാക്സിമം. ഇത് 2 crores ആണ്. അപ്പൊ അതിനുള്ള ഫിനാൻഷ്യൽ സോഴ്സസ് നിങ്ങൾക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എങ്ങനെയാണ് സ്കോളർഷിപ്പോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുക? എങ്ങനെ സ്കോളർഷിപ്പോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പോ ആ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. ജസ്റ്റ് എ മൊമെന്റ്. അപ്പൊ സ്കോളർഷിപ്പ് കിട്ടണം നമുക്ക്. അപ്പൊ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം നമുക്കറിയണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് വളരെ മെച്ചപ്പെട്ട അക്കാഡമിക് റെക്കോർഡ് ഉണ്ടാവണം. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് നന്നാവണം, 11ലെ മാർക്ക് നന്നാവണം, 12ലെ മാർക്ക് നന്നാവണം. മാർക്ക് കൊട്ടക്കണക്കിന് മാർക്ക് കിട്ടിയാൽ മാത്രം പോരാ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്സിന് അപ്പുറത്തുള്ള സ്കിൽസ് ഉണ്ടാവണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയും, അത് അവർ കൗണ്ട് ചെയ്യും. നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടും, നല്ലതാണ്. നിങ്ങൾക്ക് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസസ് കിട്ടാറുണ്ട്. നിങ്ങൾ സോഷ്യൽ വർക്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇതൊക്കെ നല്ലതാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, BS ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ പോലും നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ സ്കൂളിലെ ലീഡർ ആയിരുന്നു, വെരി ഗുഡ്. ഓക്കെ, സ്കൂൾ ലീഡർ ആയിരുന്നു, വെരി ഗുഡ്. നിങ്ങൾ കൊറോണ കാലത്ത് പാവപ്പെട്ട ബുദ്ധിമുട്ടിലായ ഒരു 10 പേരെ സഹായിച്ചു, ഓക്കെ, ഗുഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസിഡന്റിന്റെ മെഡൽ കിട്ടി, നല്ലത്. നിങ്ങൾ സ്കൗട്ടിലുണ്ട്, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ അക്കാഡമിക് സ്കോറും അത് പ്രധാനപ്പെട്ടതാണ്. അതായത് പരീക്ഷയിലെ മാർക്ക് നിർത്തും. അതും അതിനപ്പുറത്ത് അക്കാഡമിക് അല്ലാത്ത മറ്റു മേഖലകളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ വിലയിരുത്തപ്പെടും. അപ്പൊ ഇങ്ങനെ നമ്മൾ പുറത്ത് പഠിക്കണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിന് ഇപ്പൊ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വേണം. കാരണം അത്രയും വലിയ ഫീസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ സ്കോളർഷിപ്പോടെ പഠിക്കണം. അപ്പൊ സ്കോളർഷിപ്പോടെ പഠിക്കണമെങ്കിൽ അതിന് മെച്ചപ്പെട്ട സ്കോളർഷിപ്പ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബയോഡാറ്റ, നമ്മുടെ ഒരു വ്യക്തിപരമായ സവിശേഷതകൾ, നേട്ടങ്ങൾ, യോഗ്യതകൾ, ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു സാധനതയാണ് നമ്മൾ ഈ ബയോഡാറ്റ എന്ന് പറയുക കേട്ടോ കുട്ടികളെ. നിങ്ങളിപ്പോ ബയോഡാറ്റ ഒന്നും കണ്ടു കാണില്ല മിക്കവാറും. അപ്പൊ നമ്മുടെ ബയോഡാറ്റ അത് വളരെ മെച്ചപ്പെട്ടതാണ്. അപ്പോ അങ്ങനെ ഒരു പ്ലാനുമായിട്ട് മുൻപോട്ട് പോകണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി 10 കഴിഞ്ഞ് പലരും ഒരു സ്ട്രീമുകൾ ഇങ്ങനെ ചൂസ് ചെയ്യേണ്ടി വരും. ആ സ്ട്രീമുകൾ നിങ്ങൾക്കറിയാം,
സയൻസ് പഠിക്കുന്നവരുടെ സ്ട്രീം, സയൻസ് പഠിക്കുന്ന സയൻസ് സ്ട്രീംസ് ഉണ്ട്. വേറെ സ്ട്രീമുകൾ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളുണ്ട്, വേറെ കൊമേഴ്സ് സ്ട്രീമുകളുണ്ട്. അതിൽ തന്നെ പല വിഷയങ്ങൾ ലഭ്യമാണ്. സയൻസിൽ തന്നെ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എടുത്ത് പഠിക്കാം. വേണമെങ്കിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിക്കാം. വേണമെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സൈക്കോളജിയും എടുത്ത് പഠിക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്കറിയാമല്ലോ, പൊളിറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, അങ്ങനെയുള്ള സോഷ്യൽ വർക്ക്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഇത്തരം വിഷയങ്ങളാണ് ഹ്യൂമാനിറ്റീസിൽ ഉണ്ടാവുക. വേറൊരു മേഖല കൊമേഴ്സ് ആണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളാണ്. ഇപ്പോ ഒരു സ്ഥാപനം എങ്ങനെ ആരംഭിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെ മാനേജ് ചെയ്യാം, ഓക്കെ. പിന്നെ അതുപോലെ അത് കൈകാര്യം, അതിന്റെ കണക്കുകൾ എങ്ങനെ തയ്യാറാക്കാം, അതിൽ സർക്കാരിന്റെ നിയമങ്ങൾ എങ്ങനെ പാലിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ അത്തരം വിഷയങ്ങൾ. അപ്പൊ അതിനെ പൊതുവെ വിളിക്കുക കോസ്റ്റ് അക്കൗണ്ടിങ്, പിന്നെ ഇക്കണോമിക്സ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ഇത് പ്രധാനമായിട്ടും ഒരു ബിസിനസിന്റെ മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായിക്കുന്ന കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീം. അപ്പൊ സയൻസിന്റെ ഒരു സ്ട്രീം, ഹ്യൂമാനിറ്റീസ് സ്ട്രീം, കൊമേഴ്സ് സ്ട്രീം. സയൻസ് സ്ട്രീമിൽ തന്നെ പല സാധ്യതകളുണ്ട്. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വരുന്നത്. വേണമെങ്കിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസ് ഉള്ളത്, അതായത് ബയോളജി ഇല്ലാത്തത്. വേണമെങ്കിൽ മാത്സ് ഇല്ലാത്ത സ്ട്രീമുകളും തിരഞ്ഞെടുക്കാം. ചില സ്കൂളുകളിൽ അങ്ങനെയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റീസിലും ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്ട്സ് ആണ്. അതിൽ തന്നെ നമുക്ക് ചിലത് ചൂസ് ചെയ്യാം. ഓരോ സ്കൂളുകളിലും എടുക്കുന്ന ഓഫർ ചെയ്യുന്ന വിഷയങ്ങളിൽ വ്യത്യാസങ്ങൾ. ഇത് ഏത് സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോഴും അത് നമ്മുടെ കരിയർ ലക്ഷ്യങ്ങളോട് ഒത്തുപോകുന്നത് ആവണം. കരിയർ ലക്ഷ്യങ്ങളോട് ഒത്തുപോകുന്നതാവണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഒരാൾക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, സ്വാഭാവികമായിട്ടും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിട്ടുണ്ടാവണം +2 തലത്തിൽ. എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണം. ബയോളജി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ആളോ, അയാൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചോളണം നിർബന്ധമില്ല. +2 മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അത് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. എഞ്ചിനീയർ ആണോ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധം. അവിടെ ബയോളജി നിർബന്ധമില്ല, അവിടെ കമ്പ്യൂട്ടർ സയൻസ് നിർബന്ധമില്ല. നിങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കാം, താല്പര്യം പോലെ തിരഞ്ഞെടുക്കാം. പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളും നിർബന്ധമായിട്ട് മാത്സും ഫിസിക്സും പഠിച്ചിട്ടുണ്ടാവണം, പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾ, ഓക്കെ. നമ്മൾ ഡിഫൻസിൽ ചേരണം, NDA നിങ്ങൾ കേട്ട് കാണും. ആർമിയിൽ ചേർന്ന് വലിയ പൊസിഷൻസിൽ എത്താം, മേജർ, കേണൽ ഒക്കെ ആയിട്ട്, ലെഫ്റ്റനന്റ്, അങ്ങനെ പല പൊസിഷൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പൊ ആർമിയിൽ ഒരു ഓഫീസർ ആവണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് സ്ട്രീം എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഐഡിയലി ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുക്കുക വിത്ത് മാത്സ്. ആർമിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സയൻസ് ഗ്രൂപ്പ്, പക്ഷെ അതിൽ മാത്സ് ഉണ്ടാവണം. അതാണ് നല്ലത്. നിർബന്ധമൊന്നുമില്ല. കാരണം അവർക്കൊരു പരീക്ഷയുണ്ട്, ആ പരീക്ഷയിൽ എല്ലാവരും എടുക്കും. കോമേഴ്സുകാർക്കും എഴുതാം, ഹ്യൂമാനിറ്റീസുകാർക്കും എഴുതാം. പക്ഷേ സയൻസ് കഴിഞ്ഞവർക്കാണ്, സയൻസ് പഠിക്കുന്നവർക്കാണ് ആ പരീക്ഷ ക്ലിയർ ചെയ്യാൻ എളുപ്പം, ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും നല്ല സ്ട്രീം, ഇത് 10ാം ക്ലാസ്സുകാർ പ്രത്യേകം ഓർമ്മിക്കണം, ഏറ്റവും നല്ല സ്ട്രീം ഏതാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതാണ് ഏറ്റവും നല്ല സ്ട്രീം. ബയോളജിയോട് നിങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ അത് തിരഞ്ഞെടുത്തോളൂ. കാരണം ഇത് തിരഞ്ഞെടുക്കുന്നവർക്ക് +2 ക്ലാസ്സുകളിൽ ഇത് പഠിക്കുന്നവർക്ക് എന്ത് കോഴ്സിനും പോകാം. ലോകത്തുള്ള ഏത് കോഴ്സിനും. ഇത് കഴിഞ്ഞതിന് ശേഷം സയന്റിസ്റ്റ് ആവണോ ആവാം, എഞ്ചിനീയർ ആവണോ ആകാം, മെഡിക്കൽ രംഗത്തേക്ക് പോകാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണോ ആകാം, വക്കീലാവണോ ആകാം, ഡിസൈനർ ആകണോ ആവാം, എന്തും ആവാം, ഓക്കെ. പക്ഷെ അതേസമയം ബയോളജിയിൽ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ ഈ ജോബി സാർ ഇത് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തിരഞ്ഞെടുക്കരുത്, ഓക്കെ. ചിലർക്ക് പക്ഷെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു കെമിസ്റ്റ് ആകണം, രസതന്ത്രമാണ് എന്റെ ഇഷ്ടപ്പെട്ട മേഖല, രസതന്ത്രം ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് മാത്സ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഫിസിക്സ് ഇഷ്ടമല്ല. അങ്ങനെ വന്ന കഷ്ടപ്പാടാണ് കേട്ടോ. നിങ്ങൾക്ക് കെമിസ്ട്രിയിലാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് മാത്സിൽ താല്പര്യം ഉണ്ടാവണം. ശാസ്ത്ര വിഷയങ്ങളിൽ ഏത് തിരഞ്ഞെടുത്താലും കണക്കിലുള്ള ഒരു താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ മാത്തമെറ്റിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തണം. ഒരു ആവറേജിന്റെ മുകളിലെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത്രയെങ്കിലും കോമ്പിറ്റൻസി ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ മുൻപോട്ട് പോകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല,
പക്ഷേ നമുക്ക് മുൻപോട്ടുള്ള നമ്മുടെ പഠന വഴികളെ അത് തടസ്സപ്പെടുത്തും. അപ്പൊ അത് സയൻസ് പഠിക്കുന്നവരാണോ അതിന്റെ കൂടെ മാത്സ് പഠിച്ചിട്ടുണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സയന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് മാത്തമാറ്റിക്സ്. അപ്പൊ മാത്തമാറ്റിക്സിനെ നിങ്ങൾ ഒട്ടും വില കുറച്ച് കാണരുത്. രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കും. കാരണം ഇതിടയ്ക്ക് കുറെ സമയം പോയതുകൊണ്ട് പ്ലാനൊക്കെ തെറ്റിപ്പോയി. എന്നോട് നേരത്തെ ഷിബു സാറ് പറഞ്ഞിരുന്നത് 11 മണി വരെ സംസാരിക്കുക, പിന്നീട് അരമണിക്കൂർ സംശയങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോ നമ്മുടെ സമയം കുറച്ച് പോയല്ലോ. അപ്പം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും കോഴ്സുകളും അതിനെക്കുറിച്ച് ഒരു 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 ഏകദേശമായ ഒരു ചിത്രം നൽകാൻ ശ്രമിക്കാം. ഓക്കെ, ഒന്ന്. രണ്ട്, നമ്മൾ ഏത് തരത്തിലുള്ള സ്കിൽസ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ടേ പറയുന്നുള്ളൂ. ഞാൻ സത്യത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പെഷ്യലിസ്റ്റ് ആണ്. സത്യത്തിൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും പറയാന്നുള്ളതാണ്. ഇന്നിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ല. കാരണം ഇപ്പൊ 8ാം ക്ലാസ്സിലെ കുട്ടികളോട് നമ്മൾ XLRI എന്ന് പറഞ്ഞാൽ അവർക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അല്ല അഡ്വാൻസ്ഡ് റിസർച്ച്, അല്ലെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് 8ലും 9ലും പിള്ളേർക്ക് മുഴുവൻ ചിലപ്പോൾ താങ്ങില്ല. അതുകൊണ്ട് അത്തരം വലിയ പേരുകളൊന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ഞാൻ എന്തായാലും ഇന്ത്യയിൽ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോയാലും ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പോ എഞ്ചിനീയറിംഗിനാണെങ്കിൽ നമുക്ക് IIT-കൾ ഉണ്ട്. അതിൽ തന്നെ എഞ്ചിനീയറിംഗിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ IIT-കളിലും പഠിക്കാം, IIIT-കളിലും പഠിക്കാം. IIIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അവിടെ പഠിക്കാം IIIT-കൾ. അല്ലെങ്കിൽ NIT-കൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി, അല്ലെങ്കിൽ ബിറ്റ്സ് പിലാനി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, ബിറ്റ്സ് പിലാനി, അത് രാജസ്ഥാനിലാണ്. അങ്ങനെ എഞ്ചിനീയറിംഗ് പഠനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, സ്പേസ് സയൻസ് ടെക്നോളജി, തിരുവനന്തപുരത്തുള്ള സ്പേസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗംഭീരൻ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി. ഇങ്ങനെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ഗംഭീരമായ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഗംഭീരം, ഒരു സംശയവും വേണ്ട. അത് നമ്മുടെ IIT-കൾ ലോക പ്രശസ്തമാണ്. ഇപ്പൊ MIT-യുമായിട്ടോ അല്ലെങ്കിൽ ഹവാർഡുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഫോർഡുമായിട്ടോ യേലുമായിട്ടോ കാൽടെക്കുമായിട്ടോ, ഇതൊക്കെ പറഞ്ഞത് വിദേശത്തെ സർവകലാശാലകളാണ് കേട്ടോ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത്ര ടോപ്പിലാവില്ല, ചിലപ്പോൾ അല്പം പുറകിലാവാം. എങ്കിലും നമ്മുടേത് മികച്ച സ്ഥാപനങ്ങളാണ്. ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു കഥ നിങ്ങളോടും പറയാം. MIT-യുടെ എക്സ്പാൻഷൻ ഇതാണ്. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, യുഎസിലെ എന്ന് പറയേണ്ട ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു 4 സർവകലാശാലകളിൽ ഒന്ന്. MIT, ഹവാർഡ്, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ഇതൊക്കെയാണ് മികച്ച സർവകലാശാലകൾ. ഓക്കെ, അപ്പൊ MIT-യില് അവരുടെ 1ാം വർഷം കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ആരംഭിച്ച ദിവസം, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തന്നെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആ കോഴ്സ് തുടങ്ങിയ ദിവസം ഇങ്ങനെ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നു. അദ്ദേഹം നോക്കുമ്പോൾ 1ാമത്തെ വരിയിൽ അതിന്റെ ഒരു അറ്റത്ത് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ഇരിക്കുന്നു. He saw an Indian student sitting in the first row. അപ്പോ പ്രൊഫസർ ചോദിച്ചു, "Hey, why are you here? നിങ്ങൾ എന്താ ഇവിടെ? Don't you have IITs there? നിങ്ങൾക്ക് അവിടെ IIT-കൾ ഇല്ലേ?" അപ്പൊ കുട്ടി പറഞ്ഞു, "Sir, I didn't get into." സാറേ, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. ഇത് പഴയ കഥയാണ്. പണ്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു IIT-കളിൽ പ്രവേശനം കിട്ടാൻ എന്നർത്ഥം. ഇന്നിപ്പോ അത്ര ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോ വേണമെങ്കിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്താൽ IIT-കളിലെ പ്രവേശനം നേടാം. വേണ്ടത്ര IIT-കളുണ്ട്, വേണ്ടത്ര സീറ്റുകളുണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗിന് ഇങ്ങനെ കുറച്ച് സ്ഥാപനങ്ങൾ പറഞ്ഞല്ലോ. ശാസ്ത്രം പഠിക്കണമെങ്കിൽ മുൻപ് അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ +2 കഴിഞ്ഞു പോയാൽ സയൻസ് പഠിക്കാൻ നല്ല കോളേജ്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ഇന്ന് പക്ഷെ നമ്മുടെ മുൻപിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, എന്ന് വെച്ചാൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ്, ഡിഗ്രി പ്രോഗ്രാംസ്. അത് ഇപ്പൊ ഏതൊക്കെ ചെയ്യാം? BS മാത്തമെറ്റിക്കൽ സയൻസസ്, BS ഫിസിക്കൽ സയൻസസ്, BS കെമിക്കൽ സയൻസസ്, BS ബയോളജിക്കൽ സയൻസസ്, BS എൻവയോൺമെന്റൽ സയൻസസ്, അങ്ങനെ ചില കോഴ്സസ് കിട്ടാൻ നന്നായിട്ട് തയ്യാറെടുക്കണം കേട്ടോ. എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ട്.
അപ്പൊ IISc സയൻസ് പഠിക്കാൻ IIT-കളിൽ സയൻസ് ഉണ്ട്. +2 കഴിഞ്ഞ് നേരിട്ട് IIT-കളിൽ പോയി നിങ്ങൾക്ക് MSc കോഴ്സുകൾക്ക് ചേരാം. ഇന്റഗ്രേറ്റഡ് MSc എന്ന് പറയും. ഇന്റഗ്രേറ്റഡ് MSc ഏതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. MSc ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ പലതും ഉണ്ട്. ഇന്റഗ്രേറ്റഡ് MSc IIT-കളിൽ അത് മറ്റൊരു സാധ്യതയാണ്. +2 കഴിഞ്ഞ് നേരിട്ട് 5 വർഷത്തെ MSc കോഴ്സ് IIT-കളിൽ ചെയ്യാം. വേറെ സാധ്യത ഐസറുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അങ്ങനെ കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇവിടെയൊക്കെ നമുക്ക് സയൻസ് പഠിക്കും +2 കഴിഞ്ഞ്. ഇനി കോമേഴ്സ് പഠിക്കണം എന്ന് വിചാരിക്കും. കൊമേഴ്സ് പഠിക്കാനും നമുക്ക് മികച്ച കോളേജസ് ഉണ്ട്. മികച്ച കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. ശ്രീരാം കോളേജ്, ലേഡി ശ്രീരാം കോളേജ്, സെയിന്റ് സ്റ്റീഫൻസ് കോളേജ്, മിറാൻഡ ഹൗസ്, ഇതൊക്കെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകളാണ്. +2-ന് മാക്സിമം മാർക്ക് ഉണ്ടെങ്കിൽ ഈ കോളേജുകളിൽ പ്രവേശനം കിട്ടും. അവിടെ എൻട്രൻസ് ഇല്ല ഇപ്പോ. നിങ്ങൾ ഒരുപക്ഷെ 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ എൻട്രൻസ് ഒക്കെ വരാനും സാധ്യതയുണ്ട്. നിങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയം എന്നൊക്കെ കേട്ട് കാണും. പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് +2 കഴിഞ്ഞ കോഴ്സുകൾക്ക് എൻട്രൻസ് വേണം എന്നാണ്. അപ്പൊ വരും. ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാർ 12ാം ക്ലാസ് ഫിനിഷ് ചെയ്യുമ്പോൾ എൻട്രൻസ് ഉണ്ടാവും. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജ് ഏതാ? മിറാൻഡ ഹൗസ്. ഞാൻ ഒന്നുകൂടെ പറയാം, മിരാൻഡ, മിരിൻഡ അല്ല കേട്ടാ, മിറാൻഡ ഹൗസ്. മിറാൻഡ ഹൗസിൽ അഡ്മിഷൻ കിട്ടണോ? ഇപ്പോഴത്തെ കഥ അനുസരിച്ച് ഒരു 96-97% മാർക്ക് വേണം. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻട്രൻസും കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോമേഴ്സ് പഠിക്കാനോ? കോമേഴ്സ് പഠിക്കാൻ ലേഡി ശ്രീരാം, സെയിന്റ് സ്റ്റീഫൻസ്, ഇതൊക്കെയാണ് ഏറ്റവും മികച്ച കോളേജസ്. പിന്നെ വേറെയുണ്ട് NMIMS, ഡാർസി മോഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസസ്, മുംബൈ. പിന്നെ അതുപോലെ സിംബയോസിസ് യൂണിവേഴ്സിറ്റി, പിന്നെ അതുപോലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ മികച്ച സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പൊ കോമേഴ്സിനും മികച്ച പഠന കേന്ദ്രങ്ങളുണ്ട്. ചിലർക്ക് മാനേജ്മെന്റ് പഠിക്കണം, അതായത് BBA അല്ലെങ്കിൽ MBA, ഇതൊക്കെ അത് കേട്ട് കാണും. MBA കോഴ്സൊക്കെ IIM-കളിൽ നിന്ന് MBA കോഴ്സൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും കുറിച്ച് കേട്ട് കാണും. അപ്പൊ ഞാൻ അതിനുള്ള പ്രവേശന പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന ഒരു അധ്യാപകൻ കൂടെയാണ് ഈ IIM-കളിലേക്ക്. ഓക്കെ, അപ്പൊ IIM-കളിൽ സാധാരണ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ചേരുക. വേണമെങ്കിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ചേരാം. +2 കഴിഞ്ഞ് നേരിട്ട് IIM-കളിൽ ചേരാം. IIM ഇൻഡോർ, IIM റോത്തക്ക്, ഇവിടെയൊക്കെ അവർ നടത്തുന്ന MBA കോഴ്സിന് ചേരാം. MBA 5 കൊല്ലത്തെ MBA +2 കഴിഞ്ഞ് ചേരാം. ആർക്കും ചേരാൻ കേട്ടോ. +2 കഴിഞ്ഞ് സയൻസുകാർക്കും കോമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഒക്കെ ചേരാം. എൻട്രൻസ് ഉണ്ടെന്ന് മാത്രം. അപ്പൊ മാനേജ്മെന്റ് പഠനത്തിനും അതുപോലെ ഗംഭീരമായ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. IIM-കൾ പോലെ. IIMs മാത്രമല്ല, വേറെയുണ്ട്. XLRI, TAPME, പിന്നെ FORE, പിന്നെന്താ IIT-കളിൽ തന്നെ MBA കോഴ്സുകളുണ്ട്. IIT-കൾ നടത്തുന്ന MBA കോഴ്സ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഗ്രേറ്റ് ലേക്സ്, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്, ഞാൻ മുഴുവൻ പേരുകളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് പഠനം. ഹ്യൂമാനിറ്റീസ് പഠിക്കാനോ? അതിന് എത്രയോ മികച്ച സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, അല്ലെങ്കിൽ അസിം പ്രേംജി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളില്ലേ. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. ചിലതിന്റെ പേരുകൾ പറയാം. JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി FLU, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ, ഇങ്ങനെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും കാണും. സയൻസും കാണും, ആർട്സും കാണും, കൊമേഴ്സും കാണും, ഹ്യൂമാനിറ്റീസും കാണും, എല്ലാം കാണും. ഓക്കെ, ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസും ഉണ്ട്, ചിലയിടത്ത് മെഡിക്കൽ പ്രോഗ്രാംസും ഉണ്ട്. ഓക്കെ, MBBS കോഴ്സുകളും ഉണ്ട്. ഇനി മെഡിസിൻ പഠിക്കാനാണെങ്കിലോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ജിപ്മർ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി, അതുപോലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, അങ്ങനെ, അല്ലെങ്കിൽ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ, അങ്ങനെ എത്രയോ മികച്ച സ്ഥാപനങ്ങൾ. അപ്പൊ ഇപ്പോ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ +2 കഴിഞ്ഞതിന് ശേഷം തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ മികച്ച സ്ഥാപനങ്ങൾ ലഭ്യമാണ് എന്നുള്ളത് മറക്കരുത്. ഇഷ്ടം പോലെ ഒന്നാം നിര സ്ഥാപനങ്ങൾ. ഒരു 10, 20, 30 വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ നമുക്ക് അത്രയധികം സ്ഥാപനങ്ങൾ ലഭ്യമായിരുന്നില്ല. 25 കൊല്ലം മുമ്പ് ഞാനൊക്കെ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ, അതായത് +2 കഴിയുമ്പോൾ,
എവിടെ പഠിക്കുക, സയൻസ് ആണെങ്കിൽ എവിടെ പഠിക്കുക, ഒരു നല്ല കോളേജ് ഏതാ? നമുക്ക് അങ്ങനെ കോളേജുകളുടെ പേരുകൾ വളരെ മികച്ചത് എന്ന് പറയാവുന്നത് ഉണ്ടായിരുന്നില്ല. കോളേജസ് ഉണ്ട്, സാധാരണ കോളേജുകൾ നമുക്ക് ധാരാളം ഉണ്ട്, പക്ഷേ ഒന്നാന്തരം നിലവാരമുള്ള കോളേജ് സ്ഥാപനങ്ങൾ വളരെ അപൂർവമായിരുന്നു. ഇന്നിപ്പോ എല്ലാ മേഖലകളിലും ഇത്തരം ക്യാമ്പസുകൾ ഉണ്ട് എന്നുള്ളത് കൂട്ടുകാർ ഓർമ്മിക്കണം. ബട്ട് ഇവിടെയൊക്കെ പ്രവേശനം കിട്ടണമെങ്കിൽ എൻട്രൻസ് പരീക്ഷകൾ കാണും. ഏത് എൻട്രൻസ് പരീക്ഷയിലും മാത്തമാറ്റിക്സും ഉണ്ടാവും. ഇംഗ്ലീഷും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ അപ്പൊ എഞ്ചിനീയറിംഗിലോ സയൻസിലോ ആണ് ശ്രമിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷെ മറ്റേത് സബ്ജക്റ്റ് ആണെങ്കിലും, ഇക്കണോമിക്സ് പഠിക്കണം, എൻട്രൻസ് ഉണ്ടാവില്ല, ഇംഗ്ലീഷ് വരും. കൊമേഴ്സ് പഠിക്കണം, എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിൽ അതിലും ഇംഗ്ലീഷ് ഉണ്ടാവും. മാനേജ്മെന്റ് പഠനം, അതായത് MBA പോലുള്ള കോഴ്സസിന് പോകണം, അല്ലെങ്കിൽ BBA പോലുള്ള കോഴ്സിന് പോകണം, മികച്ച സ്ഥലങ്ങളിൽ അവിടെയും എൻട്രൻസ് കാണും, അവിടെയും ഇംഗ്ലീഷ് കാണും. അപ്പൊ മാത്തമെറ്റിക്സും ഇംഗ്ലീഷും അവഗണിക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകമായി ഒരുങ്ങുന്നത് ഏത് കോഴ്സിനാണോ അതിന്റെ എൻട്രൻസിന്റെ സിലബസ് നോക്കുക. അതിൽ ഏത് വിഷയങ്ങളാണ് ബാക്കിയുള്ളത്, ആ വിഷയങ്ങൾ അതിലും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ള വിഷയങ്ങൾ ഉപേക്ഷിക്കരുത്. മറ്റുള്ള വിഷയങ്ങൾ ഉപേക്ഷിച്ചാലുള്ള പ്രശ്നം നിങ്ങളുടെ 10th മാർക്ക് കുറയും, 12th മാർക്ക് കുറയും. എല്ലാ വിഷയങ്ങളോടും നമ്മൾ ഒരുപോലെ നീതി പുലർത്തുകയും വേണം. അപ്പൊ നിയമം, ഞാൻ പറഞ്ഞില്ല, നിയമം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ച നിയമം പഠിക്കാൻ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ, ഗംഭീരമായ സ്ഥാപനങ്ങൾ. ബാംഗ്ലൂരിലെ നാഷണൽ ലോ സ്കൂളിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ ആവറേജ് സാലറി കേട്ടോളൂ. അവിടുന്ന് എന്ത് കോഴ്സാ പഠിക്കുക? LLB കഴിഞ്ഞിറങ്ങുന്ന കുട്ടിക്ക് ആവറേജ് ഒരു മാസത്തെ ശമ്പളം 1,20,000 രൂപയാണ്. 1,20,000 ഒരു മാസത്തെ ശമ്പളമാണ് കേട്ടോ. 1,20,000. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാൾ ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ അയാൾക്ക് എന്തായിരിക്കും ആളുടെ സാലറി? 50 ലക്ഷം മുടക്കിയിട്ട് പൈലറ്റ് ആയാൽ, നിങ്ങൾ പൈലറ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളുടെ കരിയറിൽ കിട്ടാൻ പോകുന്ന ശമ്പളം 1 ലക്ഷം ഉണ്ടാവില്ല, അതിന്റെ താഴെയാവും. അല്ലെ 1 ലക്ഷം എന്ന് കൂട്ടിക്കൊള്ളു. അതിനേക്കാൾ ഉയർന്ന ശമ്പളമാണ് ഈ വക്കീലിന് നാഷണൽ ലോ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്ക്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം. പത്രം വായിക്കണം. ഇന്നത്തെ കുട്ടികൾ പത്രം വായിക്കുന്നില്ല. TV കാണണം. TV കാണുക എന്ന് പറഞ്ഞാൽ സീരിയൽ കാണലോ പാട്ട് കേൾക്കലോ അല്ല, സിനിമ കാണലോ അല്ല. TV ഡിബേറ്റ്സ്, ക്വാളിറ്റി ഉള്ളത് കേട്ടോ, ക്വാളിറ്റി ഉള്ള ഡിബേറ്റ്സ് കാണണം. അപ്പൊ NDTV അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ, ഭേദപ്പെട്ട ചാനലുകളാണ് ഇന്ത്യയിലാണെങ്കിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ. അത്തരം സംഗതികൾ കാണണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ TV കാണണം, TVയിലെ ഡിബേറ്റുകൾ കാണുക, ന്യൂസ് കേൾക്കുക, പത്രം വായിക്കുക. പത്രം വായിക്കുമ്പോൾ ചില സ്പോർട്സ് പേജ് മാത്രം വായിക്കും. എന്റെ മകൻ പത്രം വന്നാൽ അപ്പൊ തന്നെ ആദ്യം വാങ്ങുന്നത് അവൻ സ്പോർട്സ് പേജ് ആണ്. എല്ലാം വായിക്കും, പക്ഷെ അവന് സ്പോർട്സിലാണ് കൂടുതൽ താല്പര്യം. സ്പോർട്സ് പേജ് അരിച്ചു പെറുക്കും. അതുപോരാ. എഡിറ്റോറിയൽ പേജ് നിർബന്ധമായിട്ടും വായിക്കണം, അതിന്റെ സെന്ററിലുള്ള പേജ്. പറ്റുമെങ്കിൽ ഹിന്ദു പോലുള്ളൊരു പത്രം വായിക്കുന്ന ഒരു രീതി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഹിന്ദു പത്രം നിങ്ങളെ സഹായിക്കും, കാര്യമായിട്ട് സഹായിക്കും ഹിന്ദു പത്രം. ഓക്കെ, നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും, നിങ്ങളുടെ ലോജിക്കൽ സ്കിൽസ് മെച്ചപ്പെടുത്താനും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാനും, നിങ്ങളുടെ എഴുതാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനും ഒക്കെ അത് സഹായിക്കും. അപ്പൊ GK വളരെ പ്രധാനപ്പെട്ടതാണ്, പൊതുവിജ്ഞാനം. പല പരീക്ഷകളിലും GK വളരെ 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 വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലോ പറഞ്ഞല്ലോ ഞാൻ, ലോയുടെ എൻട്രൻസിൽ GK വളരെ പ്രധാനപ്പെട്ടതാണ്. 200 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 50 മാർക്കിന്റെ ചോദ്യങ്ങൾ GK ആണ് ലോ എൻട്രൻസിൽ, 25%. ഓക്കെ, ഈ IIM-കളുടെ കാര്യം പറഞ്ഞില്ല, അതിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ GK ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ GK വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് എനിക്ക് മറ്റേ 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് വളരെ മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. 2, നമ്മൾ ഇതിന് പുറമെ പാരലായിട്ട് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. മെച്ചപ്പെട്ട രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലും മാത്സിലും പൊതുവിജ്ഞാനത്തിലും GK-യിലുമുള്ള ഒരു കോമ്പിറ്റൻസി, ഒരു സ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനൊക്കെ കൂടെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച്, നിങ്ങൾ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമല്ലോ. പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ടു കാണും 5 പേരുടെ ഒരു ടീം ഉണ്ടാക്കി. ഈ ടീമിൽ ചിലപ്പോൾ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരാൾ ഒറ്റയ്ക്കാവും. അത് പോരാ. ആ ടീമിന്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള കഴിവ്. നിങ്ങൾ ചിലപ്പോൾ അതിന്റെ ലീഡർ ആണെങ്കിൽ ആ ടീമിലെ എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്ത് സംയോജിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്. അത്തരം ലീഡർഷിപ്പ് സ്കിൽസ്
പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും. ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് ഭയപ്പെട്ട് പുറകിലോട്ട് പോകലല്ല, പക്ഷെ അതിന് പകരം അതെങ്ങനെ സോൾവ് ചെയ്യും, ഓക്കെ, അതിനുവേണ്ടി പണിയെടുക്കലാണ്, ശ്രമിക്കലാണ്. അതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറഞ്ഞതിനർത്ഥം. ഇത്തരം പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇതൊക്കെ നേടിയെടുക്കാൻ നമ്മുടെ സ്കൂൾ ജീവിതവും നമ്മുടെ സോഷ്യൽ ലൈഫും ഒക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സംസാരിക്കുക. ഒരു പാട്ട് പാടാൻ നിങ്ങൾക്ക് കുറേശ്ശെ കഴിയുമെങ്കിൽ പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ പാട്ട് പാടുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും തരത്തിലൊരു സാമൂഹ്യ സേവനത്തിന് ഒരു അവസരം ഉണ്ടാവുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ ആ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ശേഷികൾ വികസിപ്പിക്കാൻ കൂടെ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു മികച്ച കരിയർ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കുട്ടികളിൽ നല്ല കുട്ടികൾ മോശം കുട്ടികൾ എന്നൊന്നുമില്ല. പലപ്പോഴും നമ്മൾ അധ്യാപകരും അല്ലെങ്കിൽ മാതാപിതാക്കളും ഒക്കെ കരുതുന്നത് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടി മിടുക്കൻ, നല്ല മാർക്ക് കിട്ടുന്ന കുട്ടി മിടുക്കൻ. ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ഏറ്റവും പുറകിലിരുന്ന് പഠിച്ച കുട്ടിയാവും ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നേടുന്നുണ്ടാവുക. ജീവിതത്തിലെ വിജയം അത് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും മികച്ച ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരോട് സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സമഭാവനയോടെ, തുല്യതയോടെ കാണാനും പെരുമാറാനും ഉള്ള ഒരു കഴിവ് നമ്മൾ വികസിപ്പിച്ചെടുക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നുമില്ലാതെ വലിയ ജോലിയിൽ ഇരുന്നിട്ട് എന്താ കാര്യം? മനുഷ്യരോട് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ എത്ര ശമ്പളം ഉണ്ടാക്കിയിട്ട് എത്ര പണം നേടിയിട്ട് എന്താ കാര്യം? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കുട്ടികളൊന്നും ഇങ്ങനെ കരുതി പോകരുത്, അയ്യോ ഞാൻ വളരെ വീക്കാണ്. വീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില സബ്ജക്ട്സിൽ വീക്കാവും, പക്ഷെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ഉണ്ടാവും. അത് ഒരുപക്ഷെ സിലബസിൽ ഉണ്ടാവില്ല. പണ്ട് കരുതിയിരുന്ന മാത്സിലും സയൻസിലുള്ള സ്കില്ലാണ് സ്കിൽ. കണക്കും ശാസ്ത്രവും അറിയാമോ, സയൻസും അറിയാമോ, അവൻ ഭയങ്കര ബുദ്ധിമാനായി അല്ലെ ബുദ്ധിമതിയായി എന്നാണ്. ഇന്ന് അതിനപ്പുറത്തുള്ള ധാരാളം സ്കിൽസിനെ കുറിച്ചും ഇന്റലിജൻസിനെ കുറിച്ചും ഇന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. ചിത്രം വരയ്ക്കാനുള്ള കഴിവ്, ഇറ്റ്സ് ആൻ ഇന്റലിജൻസ്. ഓക്കെ, പാട്ട് പാടാനുള്ള കഴിവ്, അതൊരു ഇന്റലിജൻസ് ആണ്. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ദാറ്റ് ഈസ് ആൾസോ ഇന്റലിജൻസ്. അപ്പൊ അതുകൊണ്ട് ബുദ്ധി എന്ന് പറയുന്നത് ഈ പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല. പക്ഷെ പരീക്ഷയിൽ മാർക്ക് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. നമ്മുടെ വീക്കായ ഏരിയാസിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കണം, അത് വേറെ വിഷയം. ടു സം അപ്പ്, നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഓക്കെ, അതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയിട്ട് വേണം നമ്മുടെ കരിയർ എന്താകണം എന്ന് തീരുമാനിക്കാൻ. അതിന് നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ ഗുരുനാഥന്മാർക്കും പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കൃത്യമായി ചിട്ടയോടെ പ്ലാൻ ചെയ്യണം. ഇപ്പോ എത്ര വീക്കായ ഒരു കുട്ടിക്കും പരീക്ഷയിൽ ആവറേജ് ആയ സ്കോറുകൾ മാത്രം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും കൃത്യമായ പ്ലാനിങ് വഴി ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള 100 എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. 10ാം ക്ലാസ് പരീക്ഷയിൽ ജസ്റ്റ് 40% മാർക്ക് മാത്രം വാങ്ങിയ, 40% മാർക്ക് മാത്രം വാങ്ങിയ ഒരു കുട്ടി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സിവിൽ സർവീസ് വിജയിച്ചു, 8ാമത്തെ റാങ്കോട് കൂടി. കേരളത്തിൽ ഇതാണ് 8ാമത്തെ റാങ്ക്. അതുപോലെ അങ്ങനെ എത്രയോ കഥകളുണ്ട്, സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ കഥകളുണ്ട്. 4ാമത്തെ വയസ്സിലാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങുന്നത്. നമ്മളൊക്കെ മിക്കവാറും 1 വയസ്സിലോ 1.25 വയസ്സിലോ 1.5 വയസ്സിലോ ഒക്കെ വാക്കുകൾ പറയാൻ തുടങ്ങിയതാണ്. ഐൻസ്റ്റൈൻ പറഞ്ഞു തുടങ്ങുന്നത് 4ാമത്തെ വയസ്സിലാണ്. വായിച്ചു തുടങ്ങുന്നത്, അക്ഷരങ്ങൾ വായിക്കാനുള്ള കഴിവ് 7ാമത്തെ വയസ്സിലാണ് ഐൻസ്റ്റൈൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചില ടീച്ചർമാരെങ്കിലും ഇവൻ മന്ദബുദ്ധിയാണ്, ഇൻട്രോവേർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവനെ പരിഹസിച്ചിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് വരെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ഐൻസ്റ്റൈൻ. അതേ ഐൻസ്റ്റൈൻ ആണ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വിശ്രുതനായ, ഏറ്റവും റിനൗണ്ടായ സയന്റിസ്റ്റായി മാറിയത്. റിലേറ്റിവിറ്റി തിയറി പോലുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയ, അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നടത്തിയ ഒരു മനുഷ്യനെ, ശാസ്ത്രജ്ഞനായിട്ട് മാറിയത് ഐൻസ്റ്റൈൻ. അതുപോലെ ഹോണ്ടയുടെ കഥ ഭയങ്കര രസമാണ്. ടൊയോട്ട മോട്ടോർ കോർപ്പറേഷന്റെ ഇന്റർവ്യൂവില്, എഞ്ചിനീയർ ആവാനുള്ള ഇന്റർവ്യൂ ആണ്, ആ ഇന്റർവ്യൂവിൽ തോറ്റു. ടൊയോട്ടയുടെ ഇന്റർവ്യൂവിൽ തോറ്റയാളാണ് ഹോണ്ട. ഓക്കെ,
സോയിച്ചിറോ ഹോണ്ട എന്നാണ് അയാളുടെ പേര്. ഓക്കെ, സോയിച്ചിറോ ഹോണ്ട. ഈ ഹോണ്ടയാണ് പക്ഷെ പിന്നീട് ലോകത്തെ ഏറ്റവും വിസ്തൃതമായ ഒരു ബ്രാൻഡ്, ഹോണ്ട എന്ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് പരാജയങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ ഗ്രേഡുകൾ കിട്ടുന്നില്ല, മാർക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ സ്കിൽസിനെ ഷാർപ്പൻ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് കൃത്യമായി വർക്ക് ചെയ്യണം, ആസൂത്രണം ചെയ്യണം. എഡ്മണ്ട് ഹിലാരി പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം. ഇറ്റ്സ് നോട്ട് ദ മൗണ്ടൻ വി കൺകർ ബട്ട് അവർസെൽസ്. നമ്മൾ കീഴടക്കുന്നത് മലകളെയല്ല, നമ്മളെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദ മൗണ്ടൻ വി കൺകർ ബട്ട് അവർസെൽസ്. എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കീഴടക്കിയ ഒരു വലിയ മൗണ്ടനിയർ, പർവ്വതാരോഹകൻ. അദ്ദേഹത്തിന്റെ വളരെ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു വരിക, ഇറ്റ് ഈസ് നോട്ട് ദ മൗണ്ടൻ വി കൺകർ ബട്ട് അവർസെൽസ്. ഹിലാരി തന്നെ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, ലൈഫ്സ് എ ബിറ്റ് ലൈക്ക് മൗണ്ടനിയറിംഗ്. ജീവിതം എന്ന് പറയുന്നത് ഒരു മലകയറ്റം പോലെയാണ്. നെവർ ലുക്ക് ഡൗൺ. ഒരിക്കലും പുറകോട്ട് നോക്കരുത്. ജീവിതം ഒരു മലകയറ്റം പോലെയാണ്. നെവർ ലുക്ക് ഡൗൺ. നമ്മളിങ്ങനെ മുകളിലോട്ടാ കയറി പോകുന്നത്. മുകളിലോട്ടാ നോക്കേണ്ടത്, താഴോട്ടല്ല. ഹിലാരിയുടെ തന്നെ വളരെ മനോഹരമായ ഒരു വാചകമാണ്. അപ്പൊ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കയറാനുള്ള മല ഏത് എന്ന് നമ്മൾ കണ്ടെത്തലും പ്രധാനപ്പെട്ടതാണ്. ഏത് മലയാണ്, ഏത് മൗണ്ടിനാണ് നമ്മൾ ജീവിതത്തിൽ കീഴടക്കേണ്ടത്? എവറസ്റ്റ് കീഴടക്കുന്ന അർത്ഥത്തിലല്ല കേട്ടോ പറയുന്നത്. ഏതാണ് നമ്മൾ കീഴടക്കേണ്ട മല? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ചില ഹിന്റുകൾ, ചില സൂചനകൾ നൽകാനേ പറ്റിയിട്ടുള്ളൂ. കാരണം നമുക്ക് സമയക്കുറവുണ്ട്. പരിമിതികളെ അതിജീവിക്കാനും മുൻപോട്ട് പോകാനുള്ള ഒരു കഴിവും കരുത്തും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് പൊതുവെയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. സമയം അല്പം വൈകി, പ്രിൻസിപ്പൽ അനുവദിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ആം റെഡി. ഞാൻ ആർക്കെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഞാനൊരു നമ്പർ തരാം. അത് ആ കോൺടാക്ട് നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജസ് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ. മെസ്സേജസ് അത് സൗജന്യമായിട്ട് തന്നെ അതിന് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തേ അയക്കാവൂ. ഞാനത് ചാറ്റ് ബോക്സിൽ ആ നമ്പർ ഷെയർ ചെയ്യാം. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാനല്ല, ഒരു ചെറിയ സംശയമുള്ളൂ, അങ്ങനെയൊക്കെയാണെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് മെസ്സേജസ് ഓൺലി. ഓക്കെ, വോയിസ് മെസ്സേജ് അല്ല, ടെക്സ്റ്റ് മെസ്സേജ്. ആ നമ്പറിൽ വിളിച്ചാൽ ആരും എടുക്കില്ല കേട്ടോ ഫോൺ. വിളിക്കല്ല, യു ക്യാൻ സെൻഡ് മെസ്സേജസ്. ആൻഡ് താങ്ക് യു ഓൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഡ്മണ്ട് ഹിലാരിയുടെ വാചകം എല്ലാവരും ഓർമ്മിക്കുക. നമ്മുടെ തന്നെ മനോഭാവങ്ങളെ കീഴടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മലകൾ നമുക്ക് കീഴടക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും എനിക്ക് ഈ അവസരം തന്ന സ്കൂൾ മാനേജ്മെന്റിനോട് പ്രത്യേകമായി നന്ദി. വളരെ ക്ഷമയോട് ഇടയ്ക്ക് നെറ്റ്വർക്ക് പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഈ കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 മാസക്കാലത്തിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ദൗർഭാഗ്യവശാൽ സംഭവിച്ചു. ഐ എം എക്സ്ട്രീംലി സോറി. എനിവേ, എല്ലാം ക്ഷമയോടെ കേട്ട എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി. ഇനി സംശയങ്ങൾ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ചാറ്റിൽ കയറി നോക്കണമെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ചോദ്യം ഞാൻ കണ്ടത്, ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ ഏതാണ് മെച്ചപ്പെട്ട സ്ഥലം? ഓക്കെ, ഒന്നിലധികം കരിയർ ഓപ്ഷൻസിൽ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷൻ ഏതാണ്? ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സ്ഥാപനം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആസ്ട്രോഫിസിക്സിന് നിങ്ങൾക്ക് ധാരാളം മികച്ച സ്ഥാപനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. IIA എന്ന് പറയും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. ബാംഗ്ലൂരിലുള്ള വളരെ സവിശേഷമായ ഒരു സ്ഥാപനമാണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ചേരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് BSc ഫിസിക്സ് എങ്കിലും കഴിയണം, അല്ലെങ്കിൽ BTech എങ്കിലും കഴിയണം. അപ്പൊ ഒന്നുകിൽ BTech കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ BSc ഫിസിക്സ്, അല്ലെങ്കിൽ MSc ഫിസിക്സ്
കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൽ ചേർന്ന് നമുക്ക് ആസ്ട്രോഫിസിക്സ് പഠിക്കാം. ഒരു സ്ഥലം IIT-കളിൽ, പല IIT-കളിലും IISc-യിലും നമുക്ക് ആസ്ട്രോഫിസിക്സ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സ്. പുനെയിലാണ്, പുനെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ. അങ്ങനെ ഒരുപാട്. പിന്നെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയും ആസ്ട്രോഫിസിക്സ് പഠിക്കാം. അതുപോലെ ഹരീഷ് ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയും ആസ്ട്രോഫിസിക്സ് പഠിക്കാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, വളരെ മികച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് പറ്റുമെങ്കിൽ ഫിസിക്സിൽ തന്നെയുള്ള ശാസ്ത്ര ബിരുദം, സയൻസ് ബിരുദം നേടുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് പറ്റുമെങ്കിൽ BSc കഴിഞ്ഞ് നമുക്ക് പോകാം, അല്ലെങ്കിൽ MSc ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നാന്തര സ്ഥാപനത്തിൽ നിന്ന് BTech കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ആസ്ട്രോഫിസിക്സിന്റെ മേഖലയിലേക്ക് കടക്കാം. ഇതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. വേറൊരു കുട്ടി ചോദിച്ചിരിക്കുന്ന വളരെ രസകരമായ ഒരു ചോദ്യം, ഒന്നിലധികം കരിയർ മേഖലകളിൽ താല്പര്യമുണ്ട്. ഒരു വിരോധമില്ല. അത് നമുക്ക് അതിൽ തന്നെ കൂടുതൽ താല്പര്യമുള്ളത് നമ്മുടെ മെയിൻ കരിയർ ആയിട്ട് ചൂസ് ചെയ്യണം. രണ്ടാമത്തേത് നമുക്ക് അതിന്റെ കൂടെ ഉപ കരിയർ ആയിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കലാണ്. ഞാൻ എന്റെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കണക്ക് പഠിപ്പിക്കാനാണ്. കണക്കെന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാംസിനുള്ള മാത്തമാറ്റിക്സ് പഠിപ്പിക്കലാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല. അപ്പൊ അതാണ് എന്റെ കരിയർ, മാത്തമാറ്റിക്സ് ടീച്ചർ. ഓക്കെ. പക്ഷെ അതേസമയം ഞാൻ അതിന് കൂടെ പാരലായിട്ട് ഇത്തരം ക്ലാസ്സസ് ചെയ്യുന്നു. ഇത് മറ്റൊന്നാണ്, ഇത് വേറൊന്നാണ്. അതായത് കരിയർ പ്ലാനിങ് ക്ലാസ്സസ്. ഓക്കെ. വേറൊന്ന് എഴുത്ത് എന്റെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. അപ്പൊ ഞാൻ തന്നെ മൾട്ടിപ്പിൾ ആയ ഡൊമൈനുകളിൽ ഏർപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് അത് പോസിബിൾ ആണ്. അപ്പം വ്യത്യസ്തങ്ങളായ കരിയർ ഓപ്ഷൻസ് ഉള്ള ആളുകൾക്ക് അത് പെർസീവ് ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ. ഒന്നിലധികം നമ്മൾ പലരും മൾട്ടിപ്പിൾ റോൾസ് ഉള്ളവരാണ്. ഇപ്പൊ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഈസ് എ ഫാദർ ആൻഡ് ഈസ് എൻ എഡ്യൂക്കേറ്റർ. ഓക്കെ. അതുപോലെ നിങ്ങളുടെ അമ്മമാർ പലപ്പോഴും ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോ പക്ഷെ അതേസമയം അവർ ജോലി ചെയ്യുന്നു. പക്ഷെ അതേസമയം ഒരുപക്ഷെ വീട്ടമ്മയുടെ റോൾ കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പൊ മൾട്ടിപ്പിൾ റോൾസ് പലർക്കും ഉണ്ട്, പലരും എടുക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. മൂന്നാമതൊരു ചോദ്യം കണ്ടത്, ബാക്കി ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് പറയുന്നതനുസരിച്ച് ഞാൻ പറയാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട മേഖല? യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് അല്ല, ഏത് കരിയർ മേഖല? യാത്ര ഇപ്പോ എന്താ പറയാ, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒരുപക്ഷെ ലോകം മുഴുവൻ കറങ്ങുന്നുണ്ടാവും. എന്റെ സുഹൃത്തുക്കളായ പല കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും, എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നാട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ ഒരു 60ഓളം രാജ്യങ്ങൾ ഇതിനകം വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. 60ഓളം രാജ്യങ്ങൾ. അദ്ദേഹം ഇപ്പൊ US-ലാണ് വർക്ക് ചെയ്യുന്നത്. പഠിച്ചത് BTech കമ്പ്യൂട്ടർ സയൻസ് ആണ്, തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. അത് കഴിഞ്ഞ് IIT മദ്രാസിൽ നിന്ന് MTech ചെയ്തു. ഇപ്പൊ അദ്ദേഹം US-ൽ വർക്ക് ചെയ്യുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ലോകം മുഴുവൻ കറങ്ങാറുണ്ട്, യാത്ര ചെയ്യുന്നു. അപ്പൊ ഒരു എഞ്ചിനീയറിന്റെ ജോബ് അങ്ങനെ ആവാം. ഒരുപക്ഷെ ഒരുപാട് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും ഒരു എഞ്ചിനീയർക്ക്. മറൈൻ എഞ്ചിനീയർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പക്ഷെ അത് കടലാണെന്ന് മാത്രം. പക്ഷെ കടൽ യാത്ര ചെയ്യുമ്പോഴും ഒരുപക്ഷെ പല രാജ്യങ്ങളും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സയന്റിസ്റ്റ്, ഇന്ത്യയിലെ തന്നെ മികച്ച ഗവേഷണ സ്ഥാപനങ്ങളിൽ ശാസ്ത്രജ്ഞനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതും. അദ്ദേഹത്തിന് പലപ്പോഴും കോൺഫറൻസസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തുടർ പഠനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ശാസ്ത്രജ്ഞന്മാരുമായിട്ടുള്ള എന്തെങ്കിലും ചർച്ചകളുടെ ഭാഗമായിട്ടോ സെമിനാറുകളുടെ ഭാഗമായിട്ടോ ഒക്കെ വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കാം. അതുപോലെ ഇപ്പൊ ഒരു പൈലറ്റിനെ സംബന്ധിച്ച് പല രാജ്യങ്ങൾ സഞ്ചരിക്കുന്നുണ്ടാവും. എയർ ഹോസ്റ്റസ്, വിമാനത്തിൽ ജോലി ചെയ്യുന്ന എയർ ഹോസ്റ്റസോ അല്ലെങ്കിൽ സ്റ്റവാർഡോ, അവരും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് മേഖലകളുണ്ട്. അപ്പം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ സഞ്ചരിക്കാൻ വേണ്ടി ഒരു പ്രൊഫഷൻ എടുക്കണം നിർബന്ധം. യുണൈറ്റഡ് നേഷൻസ്, അപ്പൊ അതിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാളെ സന്ദർശിക്കുന്നുണ്ടാവും. നിങ്ങളൊരു MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും. ഒരു മികച്ച സ്ഥാപനത്തിൽ നിന്ന്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലുള്ള സ്ഥാപനത്തിൽ നിന്ന് MBA കഴിഞ്ഞു. നിങ്ങൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് കരുതും. സ്വാഭാവികമായിട്ടും നിങ്ങൾ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അത് ഇന്ന കോഴ്സ് ചെയ്താലേ ആകൂ എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് കോഴ്സുകളിൽ അല്ലെങ്കിൽ ഒരുപാട് തൊഴിൽ മേഖലകളിൽ നമുക്ക് ഇങ്ങനെ യാത്ര ആവശ്യമായിട്ട് വരുന്നത് ഉണ്ടാവാം. Hello sir, good morning. Can you hear my voice?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. Hello, sir. Okay, sir. Students are asking what should they do to get admission in IIT? Means what type of preparation should they do after Okay. 10th or before? 10 മുമ്പ് പ്രിപ്പറേഷൻസ് തുടങ്ങണോ എന്നുള്ളതാണ് ചോദ്യം. Or after ഇത് 10th? ഓക്കെ. അപ്പം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുൻപോട്ട് പോകണം? ഒരു കാര്യം എന്ന് വെച്ചാൽ IIT-കളിലെ എൻട്രൻസ് പരീക്ഷയ്ക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 വിഷയങ്ങളാണ് ഉള്ളത്. 3 വിഷയങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ്. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതലേ ഈ വിഷയങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ്, ഇപ്പൊ NCERT-യുടെ ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായി വായിച്ചു പോവുക. അതിനകത്തുള്ള പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസർ ചെയ്ത് ശീലിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പറ്റുമെങ്കിൽ ഈ പലപ്പോഴും ഈ നടക്കുന്ന ഒളിമ്പ്യാഡുകളും മറ്റൊക്കെ ഉണ്ടല്ലോ, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, സയൻസ് ഒളിമ്പ്യാഡ്, അത്തരം ഒളിമ്പ്യാഡുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ IIT ഫൗണ്ടേഷൻ എന്ന പേരിൽ ധാരാളം പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും. IIT ഫൗണ്ടേഷൻ. ഓക്കെ. അപ്പൊ അത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, 9ലെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഈ പുസ്തകങ്ങൾ വാങ്ങാം. അത് വാങ്ങി സ്വന്തം നിലക്ക് അത് വായിക്കുക, പഠിക്കുക. ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നും. എല്ലാവർക്കും ഞാൻ ശുപാർശ ചെയ്യുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുട്ടികളും അത് ഉപയോഗപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഖാൻ അക്കാഡമി, KHAN, ഖാൻ അക്കാഡമി. നിങ്ങളിൽ പലരും അത് ചെയ്യുന്നുണ്ടാവും. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും ഖാൻ അക്കാഡമിയുടെ ക്ലാസ്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ മെച്ചപ്പെട്ട ഒരു റിസോഴ്സാണ്. അത് ഒരു സംശയവും വേണ്ട. അപ്പൊ ഖാൻ അക്കാഡമി അത് സൗജന്യമാണ്. പലതും നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് രൂപ കൊടുത്താലേ നിങ്ങൾ. Excuse me, sir. Can you provide that spelling of that institution? In the chat box. In the chat box. Chat boxil ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. Yes, sir. Thank you, sir. ടൈപ്പ് ചെയ്യാം ഞാൻ. ഓക്കെ. KHAN, ഖാൻ അക്കാഡമി. ഇത് ടീച്ചേഴ്സിനെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് നല്ല റിസോഴ്സ് ആണ് കേട്ടോ. ടീച്ചേഴ്സിന് മാത്രമായിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട് ആ പോർട്ടലിൽ. അത് നോക്കുന്നത് നല്ലതാണ്. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ റിസോഴ്സ്. വളരെ മനോഹരമായ ഒരു റിസോഴ്സ് ആണ് ഖാൻ അക്കാഡമി. അപ്പൊ അതില് ശാസ്ത്ര വിഷയങ്ങളുണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അത് നോക്കുക, അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുക്സോ മറ്റോ കളക്ട് ചെയ്ത് അത് സ്വന്തം നിലയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. കൃത്യമായി. ഓക്കെ. പരീക്ഷയ്ക്ക് ഇപ്പൊ ടീച്ചേഴ്സ് എഴുതി തരുന്ന നോട്ട് മാത്രമേ പഠിക്കൂ എന്ന് കരുതുന്ന കുട്ടികൾക്കുള്ളതല്ല IIT. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലായോ? പിന്നെ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് 8ലോ 9ലോ 10ലോ ഒക്കെ നടക്കുമ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക. 10ാം ക്ലാസ്സിൽ NTSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. 10ാം ക്ലാസ്സിൽ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അത് ജയിക്കുകയോ തോൽക്കുകയോ അതൊന്നും വിഷയമല്ല. പ്രിപ്പയർ. ഓക്കെ. വളരെ മെച്ചപ്പെട്ട കോച്ചിങ് സെന്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 9ലോ 10ലോ ഒക്കെ വേണമെങ്കിൽ ഓൺലൈനായോ മറ്റോ, ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യാമല്ലോ, വേണമെങ്കിൽ ഈ IIT ഫൗണ്ടേഷൻ ക്ലാസ്സുകൾക്ക് ചേരാം. കാരണം ഇപ്പൊ ഞാനത് ചേരരുതെന്ന് പറയില്ല. മുമ്പൊക്കെ ഞാൻ പറയാറുള്ളത് 10ാം ക്ലാസ്സിൽ അതൊന്നും ചെയ്യരുത്, 11ാം ക്ലാസ് തൊട്ടേ കോച്ചിങ്ങിന് പോകാവൂ എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഇപ്പോ അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ കുട്ടികൾ പുറകിലോട്ട് പോവുകയാണ്. അപ്പൊ ഈ പരീക്ഷകളിലൊക്കെ വിജയിക്കുന്നത് പുറത്തെ സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികളാണ്. അവരൊക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലേ ഇത്തരം ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പറ്റുമെങ്കിൽ അതിന് അവസരങ്ങൾ ഉണ്ടെങ്കിൽ 9ലോ 10ലോ ഒക്കെ വേണമെങ്കിൽ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 11, 12 ക്ലാസ്സുകളിൽ നിർബന്ധമായും ഒരു മികച്ച കോച്ചിങ് സെന്ററിൽ പോണം. ഇന്നിപ്പോ അങ്ങനെ അല്ലാതെ ഈ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല കുട്ടികളെ സംബന്ധിച്ച്. കോച്ചിങ്ങിന് പോകാതെ ഒരു മികച്ച IIT-യിൽ പ്രവേശനം കിട്ടുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടാവും. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ ആളാവും. അത് ഉദ്ദേശിച്ചിട്ടോ. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഔട്ട്ലയേഴ്സ് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് അങ്ങനെ വല്ലവരും കാര്യം ജീനിയസ് എന്നൊക്കെ പറയാവുന്ന 1,00,000 പേരിലല്ല, ഒരു 10,000 കോടിയിലോ അല്ല 1000 കോടിയിലൊക്കെ സംഭവിക്കുന്ന തരത്തിലുള്ള ഒരാളായിരിക്കും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കോച്ചിങ് ഇല്ലാതെ IIT എൻട്രൻസ് എക്സാംസ് ക്ലിയർ ചെയ്യൽ എളുപ്പമല്ല. അപ്പൊ സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണത്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എങ്കിലും കോച്ചിങ്ങിന് എങ്ങനെയെങ്കിലും പോണം. 11, 12 ക്ലാസ്സുകളിൽ അതെങ്ങനെ വളരെ റെപ്യൂട്ടഡ് ആയ സ്ഥാപനങ്ങളിൽ തന്നെ പോണം. അത്
അപ്പം അങ്ങനെ ഒരു ചിട്ടയായ ഒരു പ്ലാൻ ഉണ്ടാവണം. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ 11ാം ക്ലാസ്സിൽ എത്തിയതിനു ശേഷം ഞാൻ ഇതിനു വേണ്ടി മരിച്ചു പണിയെടുക്കും എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ ഫൗണ്ടേഷൻ, അടിത്തറ ശക്തമാക്കാൻ നമ്മൾ ശ്രമിക്കണം ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ. പിന്നെ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, നാഷണൽ ടെക്നോളജി എനേബിൾഡ് ലേണിംഗ് എന്ന് പറയും. അതുപയോഗിച്ച് IIT അധ്യാപകർ തന്നെ നൽകുന്ന സൗജന്യ കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാണ്. അത് കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാം. ബട്ട് അതുകൊണ്ട് മാത്രം IIT എക്സാം ക്ലിയർ ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോച്ചിങ് വളരെ എസെൻഷ്യൽ ആവും. പിന്നെ ഓരോ സബ്ജക്റ്റിലും മനോഹരമായ പുസ്തകങ്ങളുണ്ട്. ഓരോ സബ്ജക്റ്റിലും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഞാനൊരു പുസ്തകം കാണിച്ചു തരാം. IIT എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് മാത്തമാറ്റിക്സ് ബൈ രമണയ്യ ഗുണ്ടാല, പുസ്തകം കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. രമണയ്യ ഗുണ്ടാല മാത്തമാറ്റിക്സ്. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് IIT JEE മാത്തമാറ്റിക്സ് എന്ന പേരിൽ ആ പുസ്തക പേരിൽ കാണാനില്ല, വീട്ടിലായിരിക്കുന്നതെന്ന് തോന്നുന്നു. ഡോക്ടർ ജോഷി എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു പുസ്തകമുണ്ട്. 11-12 ക്ലാസ്സിൽ എത്തുമ്പോൾ വേണമെങ്കിൽ സംഘടിപ്പിച്ച് വായിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഓരോ സബ്ജക്ട്സിലുണ്ട്. ഫിസിക്സിലുണ്ട്, കെമിസ്ട്രിയിലുണ്ട്. ഓക്കെ, കോൺസെപ്റ്റ്സ് ഇൻ ഫിസിക്സ് എന്ന പേരിൽ ഫിസിക്സ് RC ശർമ്മയാന്ന് തോന്നുന്നു, അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ സമാഹരിക്കുക, വായിക്കുക. അപ്പൊ നേരത്തെ ആരംഭിക്കുക. താങ്ക് യു. Okay, sir. Next question is how to get admission for other than BTech course in IIT. You said example of MA psychology like that. What are the other integrated courses? Yes. Okay. ഇന്റഗ്രേറ്റഡ് കോഴ്സസ് IIT-കളിലെ പ്രധാനമായിട്ട് ബിടെക്കിന് പുറമേ ലഭ്യമായ കോഴ്സുകൾ ഒന്ന് ശാസ്ത്ര വിഷയങ്ങളിലുള്ള കോഴ്സുകളാണ്. ഉദാഹരണത്തിന് MSc ഫിസിക്സ്, MSc കെമിസ്ട്രി, MSc മാത്തമാറ്റിക്സ്, അങ്ങനെയുള്ള കോഴ്സസ്. അതിന് IIT-കളുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം തന്നെ എഴുതണം. അതുപോലെ MSc ഇക്കണോമിക്സ്, ഇതിനൊക്കെ IIT-കൾ നടത്തുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം തന്നെ എഴുതണം. ഇതിന് വ്യത്യസ്തമായി IIT മദ്രാസ് നൽകുന്ന MA കോഴ്സ് ഉണ്ട്. 2 വിഷയങ്ങളിലാണ് അവർ MA നൽകുന്നത്. ഒന്ന് MA ഡെവലപ്മെന്റൽ സ്റ്റഡീസ്, മറ്റൊന്ന് MA ഇംഗ്ലീഷ് സ്റ്റഡീസ്. ഓക്കെ, അതിന് അവരുടെ പരീക്ഷയുടെ പേര് HSEE എന്ന ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് എൻട്രൻസ് എക്സാം. ഓക്കെ, അതിന് കോച്ചിങ് സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പൊ തൃശ്ശൂരില് ഇപ്പൊ ഞാനിവിടെ എൻ്റെ ഒരു അക്കാഡമി ഉണ്ട്, അക്കാഡമിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പിന്നെ തിരുവനന്തപുരത്ത് ഇതുപോലൊരു അക്കാഡമി ഉണ്ട്, വേറെ ഒരു അക്കാഡമി HSEE കോഴ്സ് നടത്തുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ എൻ്റെ അറിവിൽ അത്രേ ഉള്ളൂ, വളരെ പരിമിതമാണ്. കോട്ടയത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാം കേട്ടോ, അറിയില്ല. അപ്പൊ IIT മദ്രാസ് നടത്തുന്ന MA കോഴ്സിന് അവർ പ്രത്യേകം പരീക്ഷ നടത്തും, എൻട്രൻസ് പരീക്ഷ. ആ എൻട്രൻസ് പരീക്ഷയിൽ ഉള്ള വിഷയങ്ങൾ ഇതാണ്: ഇംഗ്ലീഷ്, GK, മാത്സ് എന്ന് പറയുമ്പോൾ 10th ലെവൽ മാത്സ് ആണ് കേട്ടോ. പിന്നെ ഹിസ്റ്ററി, ഇക്കണോമിക്സും 12th ലെവലാണ്. പക്ഷെ ആ പരീക്ഷ ആർക്കും എഴുതാം. ഹിസ്റ്ററി, ഇക്കണോമിക്സും 12th പഠിച്ചിട്ടില്ലെങ്കിലും എഴുതാം. അപ്പൊ +2 നിങ്ങൾ സയൻസ് എടുത്താലും കോമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും IIT മദ്രാസിന്റെ ഈ പർട്ടിക്കുലർ കോഴ്സ് MA എന്ന് പറയുന്ന കോഴ്സിന്റെ എൻട്രൻസ് എക്സാം എഴുതാവുന്നതാണ്. സിലബസ് ഞാൻ പറയാം: മാത്സ്, ഇംഗ്ലീഷ്, GK. അതിൽ മാത്സ് 10ാം ക്ലാസ്സിന്റെ നിലവാരമേ ഉള്ളൂ. പിന്നെ ഇതിന് പുറമെ ഹിസ്റ്ററിയും ഇക്കണോമിക്സും, അത് 12ാം ക്ലാസ്സുകാരുടെ ഹിസ്റ്ററിയും ഇക്കണോമിക്സും. പക്ഷെ ഏത് കോമ്പിനേഷൻ എടുത്തവർക്കും എഴുതാം. ഇപ്പൊ സയൻസുകാർക്കും എഴുതാം. സയൻസുകാർക്കാണ് അത് ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം, അതുകൂടെ ഓർമ്മിപ്പിക്കാം. വേറെ IIT-കളിൽ +2 കഴിഞ്ഞ് ചേരാൻ പറ്റുന്ന MA ഇല്ല, പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് ചേരാൻ പറ്റുന്ന MA ഉണ്ട്. ഞാൻ അതിവിടെ വിശദീകരിക്കുന്നില്ല, കാരണം അത് വളരെ വളരെ നേരത്തെയാവും അതൊക്കെ പറയുന്നത്. IIT ഗാന്ധിനഗറിൽ ചില MA കോഴ്സ് ഉണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക്. IIT ഹൈദരാബാദിൽ MA കോഴ്സ് ഉണ്ട്. അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. താങ്ക് യു. Okay, sir. Thank you. Importance of taking biomaths or how to improve their mathematics skills. ഓക്കെ, ബയോമാത്സ് എടുക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, മാത്തമാറ്റിക്സിന്റെ പ്രാധാന്യം ആദ്യം പറയാം. മാത്സിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2-ന് ഞാൻ ഇപ്പൊ പറഞ്ഞ ചില എൻട്രൻസ് എക്സാംസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിനകത്തൊക്കെ മാത്തമാറ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്സ് ഭാഗമായിട്ട് വരുന്ന ഏത് എൻട്രൻസ് പരീക്ഷയ്ക്കും ഇത് ഗുണം ചെയ്യും. നിങ്ങൾ +2-ന് മാത്സ് പഠിക്കുന്നു. ഇനി +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് എൻട്രൻസ് എക്സാം ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പോഴും മാത്സ് കടന്നു വരും. ഡിഗ്രി കഴിഞ്ഞു, നമ്മളൊരു ജോലി നോക്കുകയാണ്, ബാങ്ക് എക്സാംസ് എഴുതുന്നു, അപ്പൊ മാത്സ് പഠിച്ചത് ഗുണം ചെയ്യും. അല്ല, ഡിഗ്രി കഴിഞ്ഞു MBA-ക്ക് ശ്രമിക്കുന്നു, അപ്പൊ MBA-ക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. MBA-ക്ക് എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിൽ അപ്പോഴും മാത്സ് പഠിച്ചത് ഗുണം ചെയ്യും. വിദേശത്ത് പഠിക്കാൻ തോന്നുന്നു,
ഡിഗ്രി ഇവിടെ ഇന്ത്യയിൽ ചെയ്തു, PG വിദേശത്ത് പഠിക്കണം. അപ്പൊ അതിന് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, GRE, ഗ്രാജുവേറ്റ് റെക്കോർഡ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. ആ ടെസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്സ്, മറ്റൊരു ഭാഗം ഇംഗ്ലീഷാണ്. അപ്പൊ അവിടെ മാത്സ് വന്നു. PG കഴിഞ്ഞ് നിങ്ങൾ കോളേജുകളിൽ പഠിപ്പിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ അതിനൊരു പരീക്ഷ എഴുതണം, UGC നെറ്റ്. ആ UGC നെറ്റ് പരീക്ഷ എഴുതുമ്പോൾ അതിന്റെ ഒന്നാമത്തെ പേപ്പർ, അല്ലെങ്കിൽ അത് 2 തരത്തിലാണ് UGC നെറ്റ് എക്സാം ഉള്ളത്. ആർട്സുകാർക്ക് വേറെ, സയൻസുകാർക്ക് വേറെയാണ്. അപ്പൊ ആർട്സുകാരുടെ പരീക്ഷയിൽ അവരുടെ ഒന്നാമത്തെ പേപ്പർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. അതിലും മാത്സിന്റെ പ്രയോഗം കാണും. അപ്പൊ +2 മാത്സ് പഠിച്ച് സഹായിക്കും. അല്ല, സയൻസുകാരെ സംബന്ധിച്ചും കടന്നു വരും. അപ്പൊ അങ്ങനെ ഇനിയും പറയാൻ പറ്റും മാത്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോഴും ഇത് ഗുണം ചെയ്യും. കാരണം ഈ മാത്സ് പഠിച്ചാൽ, കാരണം സിവിൽ സർവീസിന്റെ പ്രിലിമിനറി പേപ്പറിലും ഈ മാത്സ് കടന്നു വരും. അപ്പൊ അത് എപ്പോഴും അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ മാത്സ് ബയോളജി കോമ്പിനേഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് മേഖലയിലേക്ക് വേണേ കിടക്കാം. സയൻസിലേക്കോ, എഞ്ചിനീയറിംഗിലേക്കോ, മെഡിസിനിലേക്കോ, ആർട്സിലേക്കോ, ഫൈൻ ആർട്സിലേക്കോ, ഡിസൈനിലേക്കോ, കോമേഴ്സിലേക്കോ, മാനേജ്മെന്റിലേക്കോ ആവാം. ജേർണലിസ്റ്റ് ആവണോ ആവാം, സോഷ്യൽ വർക്ക് പഠിക്കണോ ആവാം, ഒരു വിരോധമില്ല. എന്ത് കോഴ്സിനും പറ്റുമെന്നുള്ളതാണ് അതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ മാത്സിൽ താല്പര്യം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? മാത്സിലെന്നല്ല, എല്ലാ വിഷയങ്ങളിലും ഇത് പ്രധാനപ്പെട്ടതാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട മികച്ച പുസ്തകങ്ങൾ കണ്ടെത്താൻ പറ്റുമോ നോക്കുക. അപ്പൊ എനിക്ക് മാത്തമാറ്റിക്സിലുള്ള താല്പര്യം എന്താ പറയാ, 10ാം ക്ലാസ് കഴിയുന്നവരെ ഞാൻ അത്ര മാത്സ് മറ്റുള്ള സബ്ജക്ട്സ് പോലെ എനിക്ക് മാത്സിനോട് അങ്ങനെ വളരെ കീനായ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 11th പഠിക്കുമ്പോൾ, ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ക്വിസ് കോമ്പറ്റീഷനിൽ സമ്മാനമായിട്ട് കിട്ടിയത് മാത്തമാറ്റിക്സ് ക്യാൻ ബി ഫൺ എന്ന ഒരു പുസ്തകമാണ്. യാക്കോബ് ബെരൽമാൻ എഴുതിയ മാത്തമാറ്റിക്സ് ക്യാൻ ബി ഫൺ, അതിമനോഹരമായ ഒരു പുസ്തകമാണ്. മാത്സ് ക്യാൻ ബി ഫൺ. അദ്ദേഹത്തിന്റെ തന്നെ ഫിസിക്സ് ക്യാൻ ബി ഫൺ എന്ന വേറെ പുസ്തകമാണ്. അത്തരം പുസ്തകങ്ങൾ ഇപ്പൊ ടീച്ചേഴ്സിന് ചെയ്യാവുന്നത് അങ്ങനെയുള്ള മനോഹരമായ പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ കുട്ടികൾക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ്, കുട്ടികൾക്ക് നിർദ്ദേശിക്കുക, സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അതുപോലെ ഫിസിക്സിലെന്നല്ല, എല്ലാ ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും വായിക്കാവുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ് 1, 2, 3 ഇൻഫിനിറ്റി. 1, 2, 3 ഇൻഫിനിറ്റി, 1, 2, 3 അനന്തം. ജോർജ് ഗാമോ എന്ന് പറയുന്ന ആൾ എഴുതിയൊരു പുസ്തകമാണ്. ഇങ്ങനെയുള്ള മികച്ച പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് വളരെ രസകരമായി വായിച്ചു പോകാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ പോലെ ഡ്രൈ അല്ല. അപ്പൊ പിള്ളേർക്ക് ആ വിഷയത്തിലുള്ള താല്പര്യം വർദ്ധിക്കും. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഇപ്പൊ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ ആ തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങളത് കണ്ടെത്തേണ്ടി വരും, ഇത്തരം പുസ്തകങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പം അത് പോസിബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്ലാസ്സുകൾ സരസമായി കുട്ടികളുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ലഭ്യമായ ക്ലാസ്സുകളുണ്ട്. ഈ ഖാൻ അക്കാഡമി അതിമനോഹരമായ ഒരു ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അവർക്ക് ഇപ്പൊ ഡ്രൈ ആയിട്ട് തോന്നുന്ന വിഷയങ്ങൾ പോലും അവർ സത്യത്തിൽ കൂടുതൽ ആസ്വദിച്ച് പഠിക്കാൻ തുടങ്ങും. ഓക്കെ. So students are asking about the scholarships, how to get scholarships after 8th onwards, and they are also asking about NTSC KVPY scholarships. അല്ല, ഏത് ക്ലാസ് തൊട്ടാ സ്കോളർഷിപ്പ് ചോദിച്ചത്? A scholarship they are asking about after 8. 8ാം ക്ലാസ് മുതൽ. 8ാം ക്ലാസ്, അത് ശരി. സർക്കാരിന്റെ ചില സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എനിക്ക് ചെക്ക് ചെയ്യാതെ പറയാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. SC, ST, OBC അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുകൾ, പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുകൾ, അങ്ങനെ ചില സ്കീമുകളൊക്കെ ഉണ്ട്. അത് പരിമിതമായിരിക്കും അത്. പക്ഷേ ഈ മറ്റ് സ്കോളർഷിപ്പുകൾ KVPY എന്ന് പറഞ്ഞാൽ കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ്. അത് പരീക്ഷ 11ാം ക്ലാസ്സിൽ എഴുതാവുന്നതാണ്. 11ലോ 12ലോ എഴുതാം. അത് എഴുതി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സയൻസോ എഞ്ചിനീയറിംഗോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുഴുവൻ സർക്കാർ ഒരു നിശ്ചിത തുക നമുക്ക് സ്കോളർഷിപ്പ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ ടെസ്റ്റ് ക്ലിയർ ചെയ്യണം. അതുപോലെ മറ്റൊരു സാധനമാണ് NTSC. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. ഇതുപോലെ അങ്ങനെയുള്ള ചില സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട്. ഓക്കെ, ആ സ്കോളർഷിപ്പ് എക്സാംസിന് 8ാം ക്ലാസ്സിൽ അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന സ്കോളർഷിപ്പുകൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് 8ാം ക്ലാസ്സിൽ. പക്ഷെ മുതിർന്ന ക്ലാസ്സുകളിൽ, അതായത് 11, 12 ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഈ സ്കോളർഷിപ്പുകൾ ഇത്തരം പരീക്ഷ NTSC വഴിയോ KVPY വഴിയോ ഒക്കെ നമുക്ക് നേടാവുന്നതാണ്. പിന്നെ കോളേജുകളിൽ ചേരുമ്പോൾ കോളേജുകളിൽ ധാരാളമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ടാവും, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ. ഇന്ത്യയിൽ ഉണ്ട്,
പലയിടത്തും ഉണ്ട്. ഇപ്പോ അത് പല തരത്തിലുള്ള സ്കോളർഷിപ്പുകളാവും. ആ കോളേജ് നേരിട്ട് വാഗ്ദാനം ചെയ്യുന്ന സ്കോളർഷിപ്പുകളാവാം, അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പുകളാവാം, കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പുകളാവാം, സ്റ്റേറ്റ് സർക്കാരിന്റെ സ്കോളർഷിപ്പുകളാവാം. അതൊക്കെ അത് കോളേജുകളിൽ നമ്മൾ ചേരുമ്പോൾ ഉണ്ടാവും. പിന്നെ മറ്റേ പല തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, വിദേശ രാജ്യങ്ങളിലുള്ള സ്കോളർഷിപ്പുകൾ, ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്. ഒരു എക്സാമ്പിൾ പറയാം. ചിലപ്പോൾ അങ്ങനെയാവും സ്കോളർഷിപ്പ്. കേംബ്രിഡ്ജിലെ ഒരു സ്കോളർഷിപ്പ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിലുള്ള സ്കോളർഷിപ്പാണ്. അത് കേംബ്രിഡ്ജിലെ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സ്കോളർഷിപ്പാണ്. മൻമോഹൻ സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല, യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇതുപോലെ അംബാനിയുടെ പേരിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അത് ഹവാർഡിലാന്ന് തോന്നുന്നു, ഹവാർഡ് ബിസിനസ് സ്കൂളിൽ. അത് ഒരു സ്കോളർഷിപ്പ് അല്ല കേട്ടോ, ആയിരക്കണക്കിന് സ്കോളർഷിപ്പുകളുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ അപ്പൊ നമ്മൾ ഉപരിപഠനത്തിന് ശ്രമിക്കുമ്പോൾ ഇത്തരം സ്കോളർഷിപ്പുകൾ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്താം. ഹൈസ്കൂൾ ക്ലാസ്സുകളിലും പിന്നെ +2 ക്ലാസ്സുകളിലും പഠിക്കുന്നവർക്ക് പരിമിതമായ അളവിലുള്ള സ്കോളർഷിപ്പുകളെ ഇന്ത്യയിൽ ഉള്ളൂ. ഓക്കെ. Okay, thank you, sir. What can be a good career for a person who likes kids or who likes more fun and all? What type of career they can choose for that? തമാശ ഇഷ്ടമാണ് Yes. അല്ലെ? തമാശ അതിൽ ഉദ്ദേശിച്ചത് They like kids also. Kids also. കുട്ടികളെ ഇഷ്ടമാണ്, തമാശ ഇഷ്ടമാണ്. ഓക്കെ, കുട്ടികളെ ഇഷ്ടമാണ്, തമാശ ഇഷ്ടമാണ്. കുട്ടികളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നാന്തരം ടീച്ചർ ആവാം. ഒരു ഓപ്ഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ സ്കൂളോ അല്ലെങ്കിൽ ഒരു സ്കൂൾ തന്നെയോ തുടങ്ങാം. പ്ലേ സ്കൂളോ തന്നെയോ തുടങ്ങാം. ഓക്കെ, വളരെ വ്യത്യസ്തമായ എത്രയോ സ്കൂളുകളുണ്ട്. അത്തരം സ്കൂളുകൾ ആരംഭിക്കാം കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. ഇനി ഇതൊന്നുമില്ല, ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ജോലിയിലാണെങ്കിൽ നമുക്ക് കുട്ടികൾ ഇഷ്ടപ്പെടാം. എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ മറ്റു എഞ്ചിനീയറുടെ ജോലിയോ സയന്റിസ്റ്റിന്റെ ജോലിയോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടികളോട് താല്പര്യക്കുറവ് ഉണ്ടാവേണ്ട യാതൊരു കാര്യമില്ല. ടെക്നോളജിസ്റ്റ് ആയിരുന്നല്ലോ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് കുട്ടികൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. നെഹ്റു എന്ത് ജോലിയോ ചെയ്തുകൊണ്ടിരുന്നത്? പ്രധാനമന്ത്രിയായിരുന്നു, പൊളിറ്റീഷ്യൻ ആയിരുന്നു. കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ നെഹ്റുവിന്? അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇത് ഇഷ്ടമുള്ളത് കൊണ്ട് വേറൊരു ജോലി ചെയ്യാൻ പാടില്ലെന്നില്ല. തമാശ ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലിയും ചെയ്യാനുള്ള യോഗ്യത ഉണ്ട് എന്നർത്ഥം. മനസ്സിലായോ? ഒരു പിരിമുറക്കവും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും. കാരണം ബിക്കോസ് യു ലൈക്ക് ഫൺ. ഓക്കെ, പിന്നെ വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇപ്പൊ TV ചാനലുകളിൽ അല്ലെങ്കിൽ റേഡിയോ ജോക്കി പോലുള്ള പോസ്റ്റുകൾ, ഇതിനൊക്കെ അത് ഒരുപക്ഷെ ഈ നിങ്ങളുടെ ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടാവുന്നത് സഹായകരമാവും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് 2 ക്വാളിറ്റീസ് ആണ്. ഈ ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് എന്താ പറയാ, മറ്റേതെങ്കിലും ഈ ക്വാളിറ്റീസ് നിങ്ങൾക്ക് മുളച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. മറ്റേത് ജോലി ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുട്ടികൾ ഇഷ്ടപ്പെടുകയോ നിങ്ങൾക്ക് തമാശ പറയുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലകളെ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കിയിട്ട് മാറ്റാനും ഇത് സഹായിക്കും. അല്ലാതെ ഇതുള്ളത് കൊണ്ട് ഞാൻ കുട്ടികൾക്കിടയിലെ വർക്ക് ചെയ്യുമെന്ന് തീരുമാനിക്കേണ്ട കാര്യം ഇല്ല. അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അധ്യാപകന്റെ റോൾ നിങ്ങൾക്ക് വളരെ മനോഹരമായി നന്നായി ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മികച്ച കലാലയം, സ്കൂൾ നിങ്ങൾ ആരംഭിക്കണമെങ്കിൽ അതിന് മറ്റു പല സ്കില്ലുകളും വേണം കേട്ടോ. ഒരു നല്ല ടീച്ചർ ആകണമെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുകയും തമാശ പറയുകയും ചെയ്താൽ മാത്രം പോരാ, മറ്റു പല സ്കിൽസും വേണം. അതും ഓർമ്മിക്കുക. ഓക്കെ, യെസ്. Okay, sir. Thank you. ആദ്യമായിട്ട് ഇത്ര ഒരു ചോദ്യം കേൾക്കുന്നത് കേട്ടോ. Thank you, sir. That's from our students. Admissions, how to get admissions for IFLU? So can you hear IFLU me? അല്ലേ? IFLU. IFLU അല്ലേ? IFLU ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് IFLU എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ട് ഓഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ്, ജേർണലിസം, പിന്നെ ഫോറിൻ ലാംഗ്വേജസ് എന്ന് വെച്ചാൽ സ്പാനിഷ്, അറബിക്, ചൈനീസ്, അങ്ങനെയുള്ള ഫോറിൻ ലാംഗ്വേജസ്. ഓക്കെ, ഇപ്പൊ അറബിക്കിനെ ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ശരിയല്ല സത്യം പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ. കാരണം ഈ അറബി ഇന്ത്യയിൽ പണ്ടേ ഉണ്ടായിരുന്നു. ഇവിടെ ഇംഗ്ലീഷ് വരുന്നതിന് മുമ്പേ ഉള്ള ലാംഗ്വേജ് ആണ് അറബിക്. എങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ശരി. അപ്പൊ ഇങ്ങനെയുള്ള റഷ്യൻ ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇങ്ങനെ വിദേശ ഭാഷകളും പഠിക്കാൻ അവസരമുള്ള, ഇംഗ്ലീഷും മറ്റ് ഫോറിൻ ലാംഗ്വേജസും പഠിക്കാൻ അവസരമുള്ള, ജേർണലിസവും പഠിക്കാൻ അവസരമുള്ള ഒരു മികച്ച യൂണിവേഴ്സിറ്റിയാണ് IFLU. അത് +2 കഴിഞ്ഞ് ചേരാം. +2 കഴിഞ്ഞ് അവർ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാം സാധാരണ ജനുവരി മാസങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നമ്മൾ +2 കഴിഞ്ഞ് നമ്മൾ പിന്നെ IFLU എപ്പോഴാ പരീക്ഷ നടത്തുക എന്നൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ടു കാണും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ IFLUവിന്റെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള തീയതി കഴിഞ്ഞു
പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യം, മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അഡ്മിഷനുള്ള അപ്ലിക്കേഷൻ നൽകേണ്ടത് +2 കഴിഞ്ഞിട്ട് ആവില്ല, അതിന് മുമ്പേ വേണ്ടി വരും. പല സ്ഥലങ്ങളിലും, എല്ലായിടത്തും അല്ല, പല സ്ഥലങ്ങളിലും. വേറൊരു ഉദാഹരണം പറഞ്ഞ അസിം പ്രേംജി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലുള്ള ഒരു മികച്ച യൂണിവേഴ്സിറ്റിയാണ്. അവിടെ അവരുടെ ഡിഗ്രി കോഴ്സുകളുണ്ട്. ആ ഡിഗ്രി കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ നവംബറിൽ തുടങ്ങും. നമ്മൾ +2 കഴിയുന്നത് മാർച്ച് കഴിഞ്ഞ് നമ്മൾ അസിം പ്രേംജി നോക്കുമ്പോൾ, അസിം പ്രേംജിയിൽ പിന്നെ ഓപ്ഷൻ ഉണ്ട്. കാരണം അസിം പ്രേംജി 4 സ്റ്റേജസ് ആയിട്ട് അഡ്മിഷൻ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് നവംബറിൽ. ഓക്കെ, അപ്പൊ നമ്പറിൽ ആരംഭിക്കും. പക്ഷെ ചില സ്ഥലങ്ങളിൽ 4 സ്റ്റേജസ് ഉണ്ടാവില്ല, ഒറ്റ സ്റ്റേജ് ഉണ്ടാവുള്ളൂ. അതിന് അഡ്മിഷൻ അവർ നേരത്തെ പൂർത്തിയാക്കും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നേരത്തെ കഴിയും. അപ്പൊ ഇത് കുട്ടികൾ നേരത്തെ നോക്കണം. എഫ്ലുവിന്റെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ ജനുവരിയിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരിക എന്ന് തോന്നുന്നു. പരീക്ഷ ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് സാധാരണ കാണാറുള്ളത്. ഏപ്രിലോ മെയ്യിലോ ആയിട്ടാവും എഫ്ലുവിന്റെ എൻട്രൻസ് എക്സാം വരിക എന്നാണ് എന്റെ ഓർമ്മ. ഈ UG എൻട്രൻസ് അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ബട്ട് എന്തായാലും അതിന്റെ പരീക്ഷയ്ക്കുള്ള സിലബസ് ഞാൻ പറയാം. ഇംഗ്ലീഷ് ഉണ്ടാവും 1, വളരെ കുറച്ച് മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾ, 5 മാർക്കിന്റെ എങ്ങനെ ചോദ്യങ്ങൾ, മാത്സോ റീസണിംഗ് ഒക്കെ ഉണ്ടാവും, 5 to 10 മാർക്സ്. കുറച്ച് GK ക്വസ്റ്റ്യൻസും ഉണ്ടാവും, കുറച്ച് GK. ഇതാണ് പൊതുവെ സിലബസിൽ ഉണ്ടാവുക. അപ്പൊ അതിന് കോച്ചിങ് നൽകുന്ന സ്ഥാപനങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രധാനമായിട്ട് നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ആവശ്യമായ ഇംഗ്ലീഷ് ഫോർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, അങ്ങനെയുള്ള ടൈറ്റിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. അത് വാങ്ങി വായിക്കുക. എഫ്ലുവിന്റെ മോഡൽ പേപ്പർ എഫ്ലുവിന്റെ സൈറ്റിൽ കാണും. ഇതിപ്പോ എഫ്ലു മാത്രമല്ല, ഇങ്ങനെ ഈ BA കോഴ്സുകൾ നടത്തുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് എൻട്രൻസ് എക്സാംസ് ഉള്ളത്. ഉദാഹരണം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MA ചെയ്യുന്ന, അതായത് +2 കഴിഞ്ഞ് നേരിട്ട് MA 5 കൊല്ലം കൊണ്ട് അത് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇങ്ങനെയുള്ള കുറെ യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിൽ പലതിന്റെയും വെബ്സൈറ്റുകളിൽ അവർ നടത്തിയ എൻട്രൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണും. അത് ഡൗൺലോഡ് ചെയ്ത് അതും കൂടെ പഠിക്കുക. അപ്പൊ എഫ്ലു മാത്രമല്ല, എഫ്ലു പോലുള്ള മറ്റുള്ള സർവകലാശാലകളിലേക്കും നമുക്ക് അപേക്ഷിക്കാം എന്നർത്ഥം. അപ്പം സിലബസിനെ കുറിച്ച് ഞാനൊരു സൂചന നൽകുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. വളരെ ടഫ് അല്ല കേട്ടോ ഈ എൻട്രൻസ് പരീക്ഷ. ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടത്, ഈ എഫ്ലുവിന്റെയും ഈ പറഞ്ഞ മറ്റു പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും എൻട്രൻസ് എക്സാം അത്ര ടഫ് അല്ല. IIT-കളുടെ എൻട്രൻസ് എക്സാം, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം അത്യാവശ്യം ടഫാണ്. ബട്ട് ഇപ്പൊ പറയുന്ന ഈ എൻട്രൻസ് എക്സാംസ് ഈസിയാണ്. പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക്, ഈവൻ ആവറേജ് ആയ കുട്ടിക്ക് പോലും ഈ പരീക്ഷകൾ ക്ലിയർ ചെയ്യാം. വർക്ക് ചെയ്യണം എന്ന് മാത്രം. Okay. Okay. Thank you, sir. Is there any connection with commerce taking maths? Few students are asking that if they are not taking mathematics in commerce, they will not get admission in other states, means in Delhi, or is it very important? അതായത് നിങ്ങൾ +2-ന് കോമേഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ മാത്സ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചില യൂണിവേഴ്സിറ്റികളിൽ BCom-ന് ചേരാൻ പറ്റില്ല. ഉദാഹരണം ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ചേരാൻ പറ്റില്ല. അപ്പൊ ലേഡി ശ്രീറാമിൽ ചേരാൻ പറ്റില്ല, സെന്റ് സ്റ്റീഫൻസിൽ ചേരാൻ പറ്റില്ല. എന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ ചേരാൻ പറ്റില്ല എന്നർത്ഥം. +2-ന് കോമേഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ മാത്സും കൂടെ സെലക്ട് ചെയ്യുന്നത് ബുദ്ധിയാണ്. ഓക്കെ, ഇത് മാത്രമല്ല, മറ്റു പല എൻട്രൻസ് എക്സാംസിനും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ മാത്സ് പഠിച്ചത് നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. Okay, thank you, sir. So what about admission in ISR? What should the students do? ISR. No, not ISR. മനസ്സിലായി. ഐസറിലേക്ക് പ്രവേശനത്തിന് 4 വഴിയുണ്ട്. ഒന്ന്, IIT-കളുടെ എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുക. ആ എൻട്രൻസിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഐസറിൽ പ്രവേശനം കിട്ടും. ഓക്കെ, ഐസറിൽ കൊടുക്കുന്ന കോഴ്സ് സയൻസ് ആണ് കേട്ടോ, ശാസ്ത്ര വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അതിന് എൻട്രൻസ് ഉണ്ട് എന്നുള്ളത് മറക്കരുത്. പല കുട്ടികൾക്കും പറ്റുന്ന അബദ്ധം, +1, +2 ക്ലാസ്സുകളിൽ അവർ പറയും എനിക്ക് സയൻസ് പഠിച്ചാൽ മതി, പക്ഷെ എൻട്രൻസിന് ഒരുങ്ങില്ല. അപ്പൊ എൻട്രൻസിന് കാരണം സയൻസ് അല്ലേ പഠിക്കുന്നത്, അപ്പൊ എൻട്രൻസ് വേണ്ട. പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇന്ത്യയിലെ മികച്ച സ്ഥലങ്ങളിൽ സയൻസ് പഠിക്കാനുള്ള അവസരം അവർക്ക് ഇല്ലാതാവും. അപ്പൊ ഐസറിൽ സയൻസ് കോഴ്സുകൾ ഉള്ളത് BSMS എന്ന കോഴ്സിനെ വിളിക്കുക, ഇന്റഗ്രേറ്റഡ് BSMS. അത് മാത്സിലാവാം, ഫിസിക്സിലാവാം, കെമിസ്ട്രിയിലാവാം, ബയോളജിയിലാവാം.
അതിനുള്ള പ്രവേശനത്തിന് ഒന്നുകിൽ IIT-കളുടെ എൻട്രൻസ് പരീക്ഷ, ഒന്നുകിൽ IIT-കളുടെ എൻട്രൻസ് പരീക്ഷ എഴുതണം, എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ, അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, നീറ്റ്, അതില് നല്ല റാങ്ക് വാങ്ങുക. KVPY ക്ലിയർ ചെയ്യുന്നവർക്ക് ഐസറിൽ പ്രവേശനം കിട്ടാം. ഓക്കെ. നാലാമത്തത് +2-ന്റെ മാർക്ക്, നല്ല മാർക്കുള്ളവർക്ക് നേരിട്ട് ഐസറിലേക്ക് അപേക്ഷിക്കാം. അപ്പൊ 4 വഴി: ഒന്ന് IIT-കളുടെ എൻട്രൻസ് പരീക്ഷ വഴി ചേരാം, നീറ്റ് അതായത് മെഡിക്കൽ എൻട്രൻസ് എക്സാം വഴി ചേരാം, മൂന്നാമത്തത് KVPY പരീക്ഷ വഴി ചേരാം, പരീക്ഷ ക്ലിയർ ചെയ്തവർക്ക് ചേരാം. നാലാമത്തത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം മാർക്ക് ഇപ്പൊ ഒരു 95% മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഐസർ നേരിട്ടൊരു പരീക്ഷ നടത്തും. അപ്പോ അങ്ങനെയും ചേരാം. ഇങ്ങനെ 4 വഴികളിലാണ് ഐസറിൽ ചേരാൻ പറ്റുക. ഐസറിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? 11-12 ക്ലാസ്സുകളിൽ IIT-കളുടെ എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതാണ് ബുദ്ധി. ഓക്കെ. ഒത്തിരി ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ് കാരണം ഇനിയും നമുക്ക് സമയം ഇത്ര ആയതുകൊണ്ട്. 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എടുത്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Okay, sir, what are the subjects required to join for Indian Air Force? ഇന്ത്യൻ എയർഫോഴ്സിൽ നിങ്ങൾ അത് ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ടെക്നിക്കൽ പൊസിഷൻസിലേക്കാണെങ്കിൽ 2 തരത്തിലുള്ള ജോലികൾ ഉണ്ടാവും എയർഫോഴ്സിൽ, മനസ്സിലായോ? ഇപ്പൊ വിമാനം പറത്തണം എന്ന് കരുതൂ, പൈലറ്റിന്റെ ജോലിയാണ്, അതിന് സയൻസ് പഠിച്ചിട്ടുണ്ടാവണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എയർഫോഴ്സിൽ തന്നെ നോൺ ടെക്നിക്കൽ പൊസിഷൻസ് ഉണ്ടാവും. അപ്പൊ വിമാനം പറത്തലല്ല, അതല്ലാത്ത വേറെ ജോലികൾ ഉണ്ടാവുമല്ലോ, അതിന് ആർക്കും ചേരാം. അപ്പോ വൈമാനികനാവണം, പൈലറ്റ് ആവണം എങ്കിൽ സയൻസ് പഠിക്കുക. സയൻസ് എന്ന് പറയുമ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇത് 3 പഠിച്ചിട്ടുണ്ടാവണം. യെസ്. Okay, thank you, sir. One more question. How to get admission into Ivy League? Ivy League, I am not clear. Ivy League യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു പ്രത്യേക ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മികച്ച നിലവാരമുള്ള ചില യൂണിവേഴ്സിറ്റികളെയാണ് നമ്മൾ ഐവി ലീഗ് എന്ന് വിളിക്കുന്നത്. അത് പണ്ട് ഈ ഐവി ലീഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ക്വാളിറ്റിയുടെ അടയാളമായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഒരു വാക്കാണ് ഐവി ലീഗ് എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ ഐവി ലീഗ് എന്ന അർത്ഥത്തിൽ നമ്മൾ നോക്കണം നിർബന്ധമില്ല. ഇപ്പൊ ഹവാർഡ് അതിൽ പെടും, യേൽ അതിൽ പെടും, പ്രിൻസ്റ്റൺ അതിൽ പെടും, കോർണൽ അതിൽ പെടും, അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, നമുക്ക് അതിനേക്കാൾ നല്ല മാനദണ്ഡങ്ങൾ ഉണ്ട്. ഇപ്പോ ഐവി ലീഗ് ഞാൻ ഒന്നുകൂടെ പറയാം, ക്വാളിറ്റിയുടെ ഒരു അടയാളം എന്ന നിലയ്ക്കാണ് നമ്മൾ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് എന്ന ഒരു വാക്ക് ഉപയോഗിച്ചു വരുന്നത്. ഞാൻ അതിന്റെ ചരിത്രവും മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഓക്കെ, ബട്ട് ഇന്ന് നമുക്ക് അങ്ങനെ ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിൽ ചേരണം എന്നൊരു ലക്ഷ്യം വെക്കുന്നതിനേക്കാൾ നല്ലത് ലോകത്തെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ചേരണം എന്നൊരു ലക്ഷ്യം വെക്കുന്നതാണ്. കാരണം ചില ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളെക്കാൾ മികച്ച യൂണിവേഴ്സിറ്റികൾ വേറെയുണ്ട്, അതിനേക്കാൾ മികച്ച യൂണിവേഴ്സിറ്റികൾ അതിൽ പെടാത്തതുണ്ട്, ആ ലിസ്റ്റിൽ പെടാത്തതുണ്ട്. അപ്പൊ നല്ലത് ലോകത്തെ ഏറ്റവും മികച്ച ഒരു 100 യൂണിവേഴ്സിറ്റികളിലൊന്നാണ് എനിക്ക് പഠിക്കേണ്ടത്, അങ്ങനെ ലക്ഷ്യം വെക്കുന്നതാവും നല്ലത്. 100 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 20. അത് അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ, അമേരിക്കയിൽ മാത്രമാണ് എല്ലാ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കരുതരുത്. മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഭൂരിഭാഗവും അമേരിക്കയിലാണ്. ഇപ്പൊ ആദ്യത്തെ 20 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ, ലോകത്തെ ഏറ്റവും മികച്ച 20 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിന് 13, 14, 15 എണ്ണോ ഒക്കെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളാണ് മിക്കവാറും എല്ലാ വർഷങ്ങളിലും റാങ്കിങ് പട്ടികകൾ എടുത്തു നോക്കുമ്പോൾ. അപ്പോ പക്ഷെ അതേസമയം സിംഗപ്പൂരിലുണ്ട് 2 യൂണിവേഴ്സിറ്റീസ്, ഗംഭീരമായ 2 യൂണിവേഴ്സിറ്റീസ്, നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. അപ്പോൾ സിംഗപ്പൂരിൽ 2 ഉണ്ട്. ചൈനയിലുണ്ട് ചില നല്ല യൂണിവേഴ്സിറ്റി ഓഫ് പീക്കിംഗ്, ഒന്നാന്തര യൂണിവേഴ്സിറ്റി, നമ്മുടെ IIT-കളെക്കാളും മെച്ചപ്പെട്ടതാണ്. അതുപോലെ ജർമ്മനിയിലുണ്ട്, UK-യിലുണ്ട്, ഇപ്പൊ ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കേംബ്രിഡ്ജ് അല്ലെങ്കിൽ ഇമ്പീരിയൽ കോളേജ്, ഗംഭീര സ്ഥാപനങ്ങൾ. അപ്പൊ അങ്ങനെ മികച്ച സ്ഥാപനങ്ങളിൽ എത്തുന്നതിനെ കുറിച്ചാണ് കുട്ടികൾ ചിന്തിക്കേണ്ടത്. ഐവി ലീഗ് എന്ന് മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടെന്നർത്ഥം. ഓക്കെ, ഇങ്ങനെയുള്ള മികച്ച സ്ഥാപനങ്ങൾ ഐവി ലീഗ് ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെ എത്തിച്ചേരും? +2-ന് ശേഷമാണ് ചേരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ് മുതലേ, അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതലേ എന്ന് കൂട്ടിക്കോളൂ, നമ്മൾ പ്രത്യേകമായി മാത്സും ഇംഗ്ലീഷും ശ്രദ്ധിക്കണം. പ്രത്യേകമായിട്ട് ഒന്ന്, നമ്മുടെ ടോട്ടൽ സ്കോർ മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കണം.
പരീക്ഷയിലെ 10ലെ മാർക്ക് 11ലെ മാർക്കൊക്കെ ഗംഭീരൻ മാർക്കാക്കാൻ ശ്രമിക്കണം. അക്കാദമിക്സിന് അപ്പുറത്തുള്ള വിഷയങ്ങളിൽ നമ്മളൊരു താല്പര്യം ഉണ്ടാക്കാൻ ശ്രമിക്കണം. നോൺ അക്കാഡമിക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മറ്റൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. സ്പോർട്സ് ആയാലും വിരോധമൊന്നുമില്ല, എഴുത്തായാലും വിരോധമില്ല, പ്രസംഗമായാലും വിരോധമില്ല, ക്ലാസ് ലീഡർ ആവാൻ കഴിഞ്ഞാൽ നല്ലത്. അങ്ങനെയുള്ള വേറെ ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകളാണെന്ന് നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തണം നടത്തം. ഓക്കെ, അങ്ങനെ ഒരു മെച്ചപ്പെട്ട പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേറെ വാക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വാക്ക് പറഞ്ഞു, ബയോഡാറ്റ. നിങ്ങളുടെ ബയോഡാറ്റ നന്നാവണം എന്ന് വെച്ചാൽ ബയോഡാറ്റയിൽ നിങ്ങളുടെ പരീക്ഷയിലെ മാർക്ക് നന്നാവുക, പരീക്ഷയ്ക്ക് അപ്പുറത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കഴിയുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ 11ാം ക്ലാസ്സിൽ നിങ്ങളൊരു പരീക്ഷ SAT എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് എഴുതുക. അത് 10ൽ എഴുതാം, അത് വേണമെങ്കിൽ 9ൽ എഴുതാം. 11ൽ എഴുതുന്നതാണ് നല്ലത്, കാരണം അതിന്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ 10ലും 9ലുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. 11ാം ക്ലാസ്സിൽ വെച്ച് ഈ SAT എന്ന് പറയുന്ന പരീക്ഷ എഴുതുക, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 12ാം ക്ലാസ്സിൽ നമുക്ക് അപേക്ഷിക്കാം. 12ാം ക്ലാസ് സെപ്റ്റംബർ ആവുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കാം. 12ാം ക്ലാസ് സെപ്റ്റംബറിൽ. ഓക്കെ, അപ്പൊ +2 പഠിക്കുമ്പോൾ 2ാമത്തെ വർഷം സെപ്റ്റംബർ മാസം ആവുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിന് മുൻപ് ഒരു ലാംഗ്വേജ് ടെസ്റ്റും കൂടെ ക്ലിയർ ചെയ്യണം, IELTS അല്ലെങ്കിൽ TOEFL. ഓക്കെ, അത് കേട്ട് കാണും. ഭാഷാ പരീക്ഷയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഉള്ള കഴിവുണ്ടോ? മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവുമോ? ഇത് പരിശോധിക്കുന്ന പരീക്ഷകളാണ് IELTS-ഉം TOEFL-ഉം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പാസ്സായാൽ മതി. അതും 11ാം ക്ലാസ്സിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന്റെ തുടക്കത്തിൽ ചെയ്യുക. 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെപ്റ്റംബർ മാസം ആകുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിച്ച് തുടങ്ങാം. ചില യൂണിവേഴ്സിറ്റികളിൽ സെപ്റ്റംബറിൽ ആരംഭിക്കും, ചില യൂണിവേഴ്സിറ്റികൾ ഒക്ടോബറിൽ ആരംഭിക്കും. അപ്പൊ 12 കഴിഞ്ഞതിന് ശേഷമല്ല ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കേണ്ടത്, 12ൽ വെച്ചാണ്. അപ്പൊ സ്റ്റെപ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. 10th നല്ല മാർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അക്കാഡമിക് ആക്ടിവിറ്റീസ് മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ശ്രദ്ധിക്കുക. പിന്നെ 11ാം ക്ലാസ്സിൽ വെച്ച് സാറ്റ് എന്ന പരീക്ഷ എഴുതുക. ആ സാറ്റ് പരീക്ഷയിലുള്ളത് ഇംഗ്ലീഷും മാത്സും ആണ് കേട്ടോ, ഇംഗ്ലീഷും മാത്സും. അത് നല്ല സ്കോറോടെ പാസ്സാവുക. ഒരു ഭാഷാ പരീക്ഷ IELTS-ഓ TOEFL-ഓ ക്ലിയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് 12ാം ക്ലാസ്സിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ അപേക്ഷിക്കുക. ഒരു കാര്യം കൂടി പറയാം, ഏത് വിഷയത്തിനാണോ അപേക്ഷിക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് ജെന്യൂനായ ഇൻട്രസ്റ്റ്, കൃത്യമായ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്താൻ പറ്റണം. നിങ്ങളിപ്പോ ഫിസിക്സിനാണ് ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കാണിക്കാൻ, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് അവർ ചോദിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുത്താൻ പറ്റണം. അപ്പൊ ആ സബ്ജക്റ്റിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചേരാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിൽ അധികമായ വായന നടത്തുക. ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, അതിനപ്പുറത്തുള്ള പുസ്തകങ്ങളും മറ്റൊക്കെ വായിക്കുക. ആ സബ്ജക്റ്റിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ഒരു ആവറേജ് വിവരമെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ അപേക്ഷിച്ചാൽ അപേക്ഷ കിട്ടിക്കഴിയുമ്പോൾ അപേക്ഷിക്കൽ തന്നെ വലിയൊരു പ്രോസസ്സാണ് കേട്ടോ. അപേക്ഷിക്കൽ ഒരു അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കലല്ല. അതില് അപേക്ഷയിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, SOP എന്ന് പറയും. എന്തിനാണ് ഈ കോഴ്സിന് അപേക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ എസ്സേ എഴുതി വെക്കണം. ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ വേണം. ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകർ ഈ കുട്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കേംബ്രിഡ്ജിൽ അല്ലെങ്കിൽ ഹവാർഡിൽ ഒക്കെ ചേർന്ന് പഠിക്കാൻ മാത്രം കഴിവുള്ള താല്പര്യമുള്ള ഒരു കുട്ടിയാണെന്ന് സർട്ടിഫൈ ചെയ്തുകൊണ്ട് ഈ കുട്ടിയുടെ അധ്യാപകർ നൽകുന്ന കത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വിശദമായ കുട്ടിയുടെ ബയോഡാറ്റ, ഇങ്ങനെ പലതും അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പൊ ഇതൊരു വലിയ പ്രോസസ്സാണ്. വേറെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കണം എന്ന് തീരുമാനിക്കണം. നമ്മൾ കൊളംബിയയിലേക്ക് അപേക്ഷിക്കണോ, ഹവാർഡിലേക്ക് അപേക്ഷിക്കണോ, അതോ പ്രിൻസ്റ്റണിലേക്ക് അപേക്ഷിക്കണോ, അതോ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കണോ, ഇത് തീരുമാനിക്കണം. ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാനും ഒരു 10-15,000 രൂപ ചെലവ് വരും. അപ്പൊ നമുക്ക് 100 കണക്കിന് യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അപേക്ഷിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ 5, 6, 8 എണ്ണം അത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, തെരഞ്ഞെടുക്കണം. അതെങ്ങനെ തെരഞ്ഞെടുക്കും? അതിന് ഒരു മികച്ച കൺസൾട്ടന്റിന്റെ ഉപദേശം ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ വലിയ ഒരു പ്രോസസ്സാണ്. നേരത്തെ ചിന്തിച്ചു തുടങ്ങണം എന്നർത്ഥം. അത് 12th കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കുക എന്നുള്ള രീതിയിലാവരുത്.
ഇത് വളരെ കൃത്യമായി ചിട്ടയോടെ പ്ലാൻ ചെയ്താൽ നമ്മുടെ കുട്ടികൾക്കും വിദേശ സർവകലാശാലകളിൽ എത്താം. അവിടെ ഫീസ് കൂടുതലാണെങ്കിലും സ്കോളർഷിപ്പോടെ പഠിക്കാം. മിടുക്കന്മാരായ കുട്ടികൾക്ക് ഫുൾ സ്കോളർഷിപ്പ് കിട്ടും. ഒരു കാര്യം കൂടി പറയാം, കുട്ടികൾ ഓർമ്മിക്കുക, ചില രാജ്യങ്ങളിൽ ഫീസ് ഇല്ലാതെയും പഠിക്കാം. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഫീസ് ഇല്ല, ജർമ്മൻ ഭാഷ അറിയണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന സർവകലാശാലകളും ലോകത്തുണ്ട്, മികച്ച സർവകലാശാലകൾ. പക്ഷെ ആ രാജ്യങ്ങളിലെ ഭാഷ നമുക്ക് അറിയേണ്ടി വരും. ജർമ്മനി. ഓക്കെ, താങ്ക് യു മാഡം. Thank you, sir. This is the last question. Okay. What can be the job opportunities in the coming next decade? ജോബ് ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും എന്ന് പറയാൻ, വരാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തായിരിക്കും എന്ന് പറയാൻ എളുപ്പമല്ല. കാരണം നമ്മൾ ലോകം എന്ന് വെച്ചാല് വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്ന തരത്തിലുള്ള പ്രവചനങ്ങൾക്ക് ഈ വർഷം പ്രസക്തിയില്ല. കൊറോണ നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ ക്രമം തന്നെ മാറ്റിമറിച്ചു കൊറോണ. അപ്പൊ അതുകൊണ്ട് പറയാവുന്ന കാര്യം, നന്നായിട്ട് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു സ്കിൽ സെറ്റ് മാത്രം മതിയാവില്ല, മൾട്ടിപ്പിൾ സ്കിൽസ് നന്നായിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയുക, യെസ്, അത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യം ഉണ്ടാവണം നിർബന്ധമില്ല. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക, ഓക്കെ. ടീം സ്കിൽസ് ഉണ്ടാവുക, ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാവുക, ഓക്കെ. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നന്നായിട്ട് ഇക്കണോമിക്സ് അറിയുക. ഇങ്ങനെ പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ടല്ലോ. അതില് ഒന്നിലധികം സ്കിൽസ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ ഇന്ന മേഖലയിലാണ് തൊഴിലവസരം എന്ന് പറയാൻ പറ്റില്ല. ടീച്ചിങ്ങിൽ തൊഴിലവസരം ഉണ്ടാവുമോ ആർക്കറിയാം? പറയാൻ പറ്റില്ല. ടീച്ചേഴ്സിനെ മുഴുവൻ ചിലപ്പോൾ റോബോട്ടുകൾ റീപ്ലേസ് ചെയ്തു എന്ന് വരാം. ഒരു എയർ ഹോസ്റ്റസ്, അത് എയർ ഹോസ്റ്റസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിച്ചോളൂ. ചിലപ്പോൾ എയർ ഹോസ്റ്റസ് ഒന്നും വേണ്ടി വരില്ല. കാരണം കംപ്ലീറ്റ് ഇത് മുഴുവൻ ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വഴിയാവും. യാത്രക്കാർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകാനായിട്ട് അവിടെ സുന്ദരിമാരായ അല്ലെ സുന്ദരന്മാരായ റോബോട്ടുകൾ കാണും. ഈവൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഓട്ടോമേറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എഴുതാൻ തന്നെ റോബോട്ടുകൾക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ തെങ്ങ് കയറാനും നമുക്കറിയാം, യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെങ്ങ് കയറ്റം നടത്താവുന്നതാണ്. ഓക്കെ, ഇപ്പൊ യന്ത്രമല്ല, മനുഷ്യൻ തന്നെ കയറുന്നത്. വണ്ടി ഓടിക്കൽ, ഡ്രൈവർമാരൊന്നും ഇനി അവർക്ക് ഒരു 10 വർഷം 15 വർഷത്തിനുള്ളിൽ ഡ്രൈവേഴ്സിന്റെ മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടും. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഇന്ത്യയിൽ ഒരു 20-25 വർഷം കഴിഞ്ഞ ഡ്രൈവേഴ്സിന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പൊ പല തൊഴിലുകളും ഒബ്സലീറ്റ് ആവും. ഏത് തൊഴിലുകൾ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇമാജിനേഷൻ, ഭാവന, ഇതിനൊക്കെ പ്രാധാന്യമുള്ള തൊഴിൽ മേഖലകൾ നിലനിൽക്കും. അപ്പൊ ആർട്ടിസ്റ്റ്, യെസ്, അത് നിലനിൽക്കും, സംശയമൊന്നുമില്ല. കലാകാരന്റെ ജോലി, പാട്ടുപാടൽ, ഓക്കെ, മ്യൂസീഷ്യൻ, അല്ലെങ്കിൽ മ്യൂസിക് എഴുതുന്ന റോബോട്ടുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉണ്ട്, അത് വേറെ വിഷയം. എങ്കിൽ പോലും പിന്നെ ഒരുപക്ഷെ മാനുഷികമായ പരിഗണനയോ മനുഷ്യന്റെ ഇടപെടലോ ആവശ്യമായിട്ടുള്ള ധാരാളം മേഖലകൾ ഉണ്ടാവും. ഹോസ്പിറ്റൽ കെയർ, അപ്പൊ നേഴ്സസ്, ഡോക്ടേഴ്സ്, ഇതൊക്കെ അവിടെ ഉണ്ടാവും. ഇത് എന്ന് വിചാരിച്ച് നമ്മുടെ കുട്ടികൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ നാളെ തൊട്ട് അധ്യാപകരൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ടീച്ചിങ്ങിലേക്ക് കടക്കണ്ടെന്ന് കരുതണ്ട. ഞാൻ പറഞ്ഞു, ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇതിനെ പൂർണ്ണമായിട്ടും ഡിസ്റപ്റ്റ് ചെയ്യുന്ന, തകർക്കുന്ന, ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ ഒരുപക്ഷെ നാളെ പുതിയ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടാവാം. അതുകൊണ്ട് അത്തരം ഒരു പ്രവചനം നടത്തൽ എളുപ്പമല്ല. എങ്കിലും ചില സൂചനകളൊക്കെ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ കെയർ ആവശ്യമുള്ള, മനുഷ്യന്റെ സ്പർശം ആവശ്യമുള്ള, മനുഷ്യന്റെ ഇടപെടലുകൾ ആവശ്യമുള്ള ചില മേഖലകളിൽ മനുഷ്യന് തൊഴിലവസരങ്ങൾ എന്തായാലും ഉണ്ടാവും. ബാക്കി മിക്കവാറും മേഖലകളിലും ഓട്ടോമേഷൻ സംഭവിക്കും. എന്ന് വെച്ചാൽ യന്ത്രങ്ങളുടെ കടന്നുവരൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പൊളിറ്റിക്സ്, അവിടെ യന്ത്രങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടോ? ഇല്ല. പൊളിറ്റീഷ്യൻസ് അവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചില മേഖലകളിൽ ഇപ്പോ ഡോക്ടേഴ്സ്, ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോലും ഡോക്ടേഴ്സിന്റെ എണ്ണം കുറയും. നമുക്ക് ഇത്ര തന്നെ ഡോക്ടേഴ്സിന് ആവശ്യം വരില്ല. കാരണം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ആദ്യം തന്നെ ഒരു യന്ത്രത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ആ യന്ത്രം നിങ്ങളുടെ ബേസിക് ആയ ചില ടെസ്റ്റുകൾ നടത്തും. അപ്പോ 80% അസുഖങ്ങളും ഈ യന്ത്രത്തെ വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിൽ മാത്രമേ സ്പെഷ്യലിസ്റ്റുകൾ വേണ്ടി വരും. അപ്പൊ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വേണ്ടി വരും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എന്നല്ല അതിനെ കുറിച്ച് ഏകദേശമായിട്ട് പറയാൻ പറ്റുക. പക്ഷെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മളൊക്കെ നേരിടാൻ പോകുന്നത്. മികച്ച തൊഴിൽ വേണോ?
നിങ്ങളുടെ സ്കിൽസിൽ, കോമ്പിറ്റൻസീസിൽ ഫോക്കസ് ചെയ്യുക. ഒറ്റ കോമ്പിറ്റൻസി അല്ല, മൾട്ടിപ്പിൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു മാഡം. I think this session was a fruitful section for everyone. Thank you, Jomi sir, for your informative speech. Now, I call upon Irene Grace of Class 9 to deliver the vote of thanks. Good morning to one and all. Respected Father James Mulasheri CMI, our resource person Jomi sir, Vice Principal Father Shaiju Xavier CMI, dear teachers, parents, and my dear friends. Actually, today we are so lucky enough to attend such a wonderful program organized by our school on career guidance. As we know, this orientation definitely helps us to choose the right career in a right way at the right time. We have been listening to a lot of career options. Out of one, we need to choose. First of all, I would like to thank our principal, Father James Mulasheri CMI, for organizing such a meaningful program and inviting an eminent personality. Most importantly, on behalf of K School, I would like to thank Jomi sir for his great session and guidance to design our destiny. I also thank our Vice Principal, Father Shaiju Xavier CMI, for his great support and presence. We are all so grateful to our teachers and other staff for arranging everything for the success of this webinar with all technical support. I also thank our parents for supporting and involving in this program. Last but not least, I thank my fellow students and my classmates for the active participation and interaction. Once again, thanks to all for being with us. Thank you and have a nice day. We are concluding today's session. And as we heard from Jomi sir, there are a lot of opportunities in front of us. Let's all try our best to achieve our goals. And as you know, only through constant hard work, we can achieve success. We should have an aim and we should try to achieve that aim. നമ്മുടെ സ്കൂളിൽ തന്നെ നമുക്കറിയാം ഈ വർഷം 36 കുട്ടികളാണ് IIT ചേർന്നത്. മെഡിക്കൽ അതുപോലെ തന്നെ ഒത്തിരിയേറെ കുട്ടികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി നിരന്തരമായ പരിശ്രമം നമ്മൾ നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നൽകിയ ഈ ക്ലാസ് നിങ്ങൾക്കൊരു ഗോൾ സെറ്റിങ്ങിന് വേണ്ടിയാണ് നൽകിയത്. നിങ്ങൾ ഇപ്പോൾ തന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. നമ്മൾ IIT കോച്ചിങ്ങിനെ പറ്റിയൊക്കെ സാറോട് പറയുകയുണ്ടായി. അത് ഒരു 5ാം ക്ലാസ് ലെവലിൽ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ടാകണം. വളരെ ഗൗരവമായിട്ട് നമ്മുടെ പഠനത്തെ കാണുക. അതോടൊപ്പം നമ്മൾ എന്റർടൈൻമെന്റ്, അതർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, എവറിഥിങ് ഈസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് യൂസ്ഫുൾ. അതുകൊണ്ട് നമുക്ക് തന്നെ നല്ലൊരു ഡിസിഷൻ എടുക്കാം, നല്ല രീതിയിൽ പഠിക്കാൻ, നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ, നല്ല രീതിയിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എല്ലാത്തിനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ജോമി സാറിന്, അതുപോലെ ഇതിന്റെ പിന്നിൽ ഒത്തിരി ആളുകളുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്, ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, പക്ഷെ നമ്മളെ സഹായിക്കുന്ന ഇവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായിട്ട് ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. We will be uploading more content on parenting, career development, adolescent challenges, exam tips, linguistic proficiency, cyber scam, and history of science. Please make sure to subscribe our YouTube channel, Keem's Mindbridge, for more motivational and informative videos in future. Feel free to share your comments and queries in our comment section. Stay tuned. Thank you.